ഒരു ഫൈറ്റിംഗ് മോഡിലോട്ട് ഒരിക്കലും പോകാൻ ഞാൻ താല്പര്യപ്പെട്ട വ്യക്തിയല്ല. അത് യേശു ക്രിസ്തു മുസ്ലിം ആയിരുന്നു, അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ അത് നിങ്ങൾ ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ആരാ പ്രശ്നമൊന്നുമില്ല. യേശു ക്രിസ്തു? ചോദ്യങ്ങളല്ല, അല്ലല്ല, ചോദ്യങ്ങൾക്ക് ഉണ്ട് ഉണ്ട് ഉത്തരവാണ്. ഉണ്ട് 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 ഉണ്ട്. ആരാ യേശു ക്രിസ്തു? ആരാ? യേശു ക്രിസ്തു എന്ന് പറഞ്ഞാല് ഉം. ഈസാ നബി. അതാ. ഈ പുള്ളിക്കാരൻ എവിടാ ജനിച്ചത്? എന്തായിരുന്നു തൊഴിൽ? എന്തായിരുന്നു പരിപാടി? ആ ഉം. എന്തേ മിണ്ടാത്തെ? കുട്ടി എനിക്കിപ്പോ മിണ്ടുന്നില്ല. JCB എവിടെ ഉള്ളതാണെന്നോ JCBയുടെ ഫോട്ടോയോ ഒന്നും ആ, എനിക്കറിയില്ല. ശേ ശേ നിങ്ങളുടെ ശേ ശേ ആദർശം ശേ ശേ ശേ, ഒറ്റ അത് സെക്കൻഡ് വേണ്ട, അത് വേണ്ട. നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല. അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. എല്ലാരും ഇത് കണ്ടോണം, എല്ലാരും കണ്ടോണം ഇത്. നിങ്ങൾ പറ, എവിടെയാണ് ഈസ ജനിച്ചത്? ഏതായിരുന്നു അല്ല, സ്ഥലം? നഹാസ് തെറ്റിദ്ധരിച്ചു. നഹാസിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, അല്ല ഞാൻ ചോദിക്കാൻ ഞാൻ വന്നത് നഹാസ് ഈസയാണ്. ബ്രദറിന്റെ തൊഴിലോ ഈസ. ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന കഥാപാത്രം ഈസ എന്ന് പറയുന്ന ആളെ എവിടെ ജനിച്ചു, എന്തായിരുന്നു തൊഴിൽ, എന്തായിരുന്നു സംഭവം, പറ. ഇസ്രായേലിലാണ് ജനിച്ചത്. ഇസ്രായേലിൽ എവിടെ? ഫലസ്തീനില്. ഇസ്രായേലിൽ പലസ്തീനിൽ എവിടെ? ഫലസ്തീനിലാണ് ജനിച്ചതെന്ന്. എവിടെയെന്ന്? ഇതിപ്പോ നഹാസ് ബ്രദർ എവിടെ ജനിച്ചതെന്ന് ചോദിച്ചപ്പോ ഞാൻ ഏഷ്യയിലാണ് ജനിച്ചതെന്ന് പറയുമോ? കൃത്യമായിട്ട് പറ, എവിടെ ജനിച്ചേ? ഇപ്പോ ഞാൻ ജനിച്ചത് ഏഷ്യയിലാണെന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. തെറ്റില്ല. പക്ഷെ നമ്മൾ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, സ്ഥലമല്ല ചോദിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലാ ജനിച്ചതെന്ന് പറഞ്ഞാൽ പോരെ? അതെ, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണോ ആൾക്കാർ പറയാറ്? നഹാസ് ബ്രദറിനോട് ആരെങ്കിലും എവിടെ ജനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭൂമിയിലാ ജനിച്ചതെന്ന് പറയുവോ? ഇല്ല, അത് ഒരു ഉത്തരവാണ്. ഒരു സ്ഥലം പറയൂല്ലോ, ആ സ്ഥലത്തിന്റെ കാര്യം ഈ ചോദ്യത്തിന് ഈ ഒരു ഉത്തരം തന്നെ ധാരാളമാണ്. അത് പറ്റത്തില്ല, അത് നിങ്ങൾക്ക് ധാരാളമായിരിക്കും, എനിക്കത് പോരാ. പുള്ളി എവിടെ ജനിച്ചത്? അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഈസ എവിടാണ് ജനിച്ചത്, എന്തായിരുന്നു തൊഴിൽ, പറയൂ. പറയട്ടെ. ജെസിബെ, നിങ്ങളെ ബോധ്യപ്പെടുത്തല് അല്ല എന്റെ ഉദ്ദേശം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പറയരുത്, ഞാനല്ലേ ചോദിക്കുന്നത്. അങ്ങനെ പറയല്ലേ പ്ലീസ്. നിങ്ങൾ പറഞ്ഞു ഈസയാണ് ഈ കഥാപാത്രം ഈസയാണ് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം ഈസ എവിടാണ് ജനിച്ചത്, എന്തായിരുന്നു തൊഴിൽ, പറഞ്ഞു. വളരെ ചെറിയ കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചോദിക്കുന്നില്ലല്ലോ. എനിക്കറിയില്ല. അറിയില്ല, ഓക്കെ. ഈ പുള്ളിക്കാരൻ കുരിശിൽ മരിച്ചോ? ഇല്ല, മരിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. ഈ പുള്ളിക്കാരൻ ഇപ്പൊ ജീവനോടെ ഉണ്ടോ? ഉണ്ട്. എവിടെ? ഭൂമിയിലാണോ? അല്ല. പിന്നെ എവിടാണ്? അറിയില്ല. പുള്ളി മനുഷ്യനാണോ? മനുഷ്യനാണ്. പക്ഷെ അപ്പം 2000 വർഷമായിട്ട് എന്താ മരിക്കാത്ത? 2000 വർഷമായിട്ട് മരിക്കാത്തത് എന്താണ്? അല്ലെങ്കിൽ വേണ്ട, എത്ര വർഷമാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഈ പുള്ളിക്കാരൻ എന്താ മരിക്കാത്ത? സാധാരണ ഒരു മനുഷ്യൻ 100 വർഷം അല്ലെങ്കിൽ 200 വർഷം കഴിഞ്ഞാൽ മരിച്ചു പോകണല്ലോ. ഈ പുള്ളിക്കാരൻ എന്താ ഉടനെ മരിക്കല്ലേ? അതിപ്പോ ദൈവം തീരുമാനിക്കും എപ്പോഴും മരിക്കണം, എപ്പോഴും ജനിക്കണം എന്നൊക്കെ. അത് ദൈവത്തിന്റെ അതൊക്കെ സമ്മതിച്ചു, ദൈവം തീരുമാനിച്ചോട്ടെ. എന്നാലും ഒരു പരിധിയൊക്കെ ഇല്ല. മനുഷ്യനാന്നല്ലേ പറഞ്ഞത്? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു മനുഷ്യൻ ഒത്തിരി കാലമായിട്ട് വെറുതെ ജീവനോടെ ഇരിക്കുവാണോ? എവിടാണെന്ന് നിങ്ങൾക്കായിട്ട് അറിയത്തുമില്ല അല്ലേ? അതെ അതെ. അലഞ്ഞു നടക്കുവാണോ? എന്താ സംഭവം ഇത്? പുള്ളിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ? അലഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും. പുള്ളിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ, മനുഷ്യനല്ലേ, വെറും മനുഷ്യനല്ലേ, അപ്പൊ പുള്ളിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചന്ദ്രയാന്റെ ദൗത്യത്തിനെ ചൊവ്വേ പോയേക്കും. ആരെങ്കിലും ഒരാൾ ചോദിക്കും, ഒരാൾ സംസാരിക്കും. അതെ, പുള്ളിയുടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്, വെറും മനുഷ്യനല്ലേ? പുള്ളിക്കാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാതെ ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്, പുള്ളിക്കാരൻ അതിനുള്ള അവസരം റേഷൻ കടയിൽ നിന്നാണോ, എങ്ങനെയാണ്, എവിടെയാണ് സംഭവം, എവിടെയാണ്, എങ്ങനെയാണ് പുള്ളി ജീവിച്ചു പോകുന്നത്? റേഷൻ കട മാത്രമാണ് ഫുഡിന്റെ സ്രോതസ്. എന്നാ പുള്ളിന്റെ ഫുഡിന്റെ സ്രോതസ് നഹാസ് ബ്രദർ പറഞ്ഞു. ഞാൻ കേൾക്കാൻ തയ്യാറല്ല, ഞാൻ പഠിക്കാൻ തയ്യാറാണ്. പ്രപഞ്ചം വിശാലമാണ്. ആ വിശാലതയില് ഭൂമിയെ പോലെ ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടാകും. അവിടെ പുള്ളി പറിച്ച് നിന്ന് ജീവിക്കുവാണോ? എങ്ങനെയാ സംഭവം? അതൊന്നും ഇപ്പൊ എന്താണ്, പുള്ളി വേറെ ഗ്രഹത്തിലാണോ? ആയിരിക്കാം, അറിയത്തില്ല എന്നാ പറഞ്ഞത്. അതെ, ഓക്കെ 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 ഓക്കെ, അങ്ങനെ വരട്ടെ. അത് പറയട്ടെ. അപ്പൊ പുള്ളിക്കാരൻ ഈ നീലാം സ്ട്രോങ്ങിനെ പോലെ ഒരു ആകാശ യാത്രികനാണ് ആണോ? നീലാം സ്ട്രോങ്ങിനെ പോലെ ആകാശത്തിൽ
അല്ല, നിങ്ങൾ ഒരാള് സംസാരിക്കും, ഒരാള് നീലാശ്രമ ചന്ദ്രനിൽ പോയിട്ടില്ലെന്നാണോ? ഒരു പളത്തിയ സെക്കൻഡ് ചന്ദ്രനിൽ പോയിട്ടില്ലെന്നാണോ? എന്താ സംഭവം? JCB മാത്രം സംസാരിക്കട്ടെ കേട്ടോ, JCB മാത്രം സംസാരിക്കട്ടെ. പറ നാസ് ബ്രദർ പറ. ഭൂമിയിൽ ഇല്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലില്ല. എവിടെ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും കാണാന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞില്ലേ? അതെ, എവിടെ വേണമെങ്കിലും കാണാം. ഇതൊരു മനുഷ്യനെ കുറിച്ചല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ആ മനുഷ്യന് വെറും ആയിക്കൂടെ? മനുഷ്യൻ. ആ അപ്പൊ ഈ പുള്ളിക്കാരന് ഓക്സിജൻ ഒക്കെ വേണ്ടേ ജീവിക്കാനൊക്കെ? എന്റെ സുഹൃത്തെ, ദൈവമാണ് ആ പുള്ളിക്കാരനെ സംരക്ഷിക്കുന്നത്. ദൈവത്തിന് ഓക്സിജൻ അതൊക്കെ കൊടുക്കുന്ന ഇപ്പൊ ഒരു മനുഷ്യന് നഹാസ് ബ്രദറിനെ ദൈവം തന്നെയല്ലേ സംരക്ഷിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നഹാസ് ബ്രദറിന് ഓക്സിജൻ വേണ്ടേ? ഈ ദൈവത്തിന് ഭൂമിയിൽ മാത്രമല്ല കൈകാര്യം കർത്താവായിട്ടിരിക്കുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നഹാസ് ബ്രദറിന് ഓക്സിജൻ വേണ്ട. നഹാസ് ബ്രദറിനെ ദൈവം തന്നെയാണ് സംരക്ഷിക്കുന്നത്. നഹാസ് ബ്രദറിനെ നമ്മൾ സ്പേസ് വിട്ട് കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ തന്നു വിട്ടല്ലേ പറ്റത്തുള്ളൂ. സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ ഭൂമിയിലാണോ? അപ്പൊ പുള്ളി ഭൂമിയിലാണോ? സ്പേസിലാണെങ്കിൽ തന്നെ ദൈവത്തിന് ഒരു മനുഷ്യനെ സംരക്ഷിക്കണമെന്ന് തോന്നിയാലും സംരക്ഷിക്കാൻ പറ്റത്തില്ലെന്നാ. നിങ്ങൾ ഇപ്പൊ സ്പേസിൽ അല്ല എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ സ്പേസിലാണെങ്കിൽ അത് ഓക്കെയാണ്. നിങ്ങൾ എവിടെങ്കിലും ഒന്ന് നിക്ക്. ആണെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവാ പറയുന്നത്. അല്ല, ഇപ്പൊ പുള്ളി എവിടെ അലഞ്ഞു നടക്കുവാണ്? എന്താ സംഭവം? ഈ പുള്ളിക്കാരൻ ഉടനെ ചാവൂ? അലഞ്ഞു നടക്കുന്ന എവിടെയും അലഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സുഹൃത്തെ. ഭൂമിയിൽ ഇല്ലാന്ന് എനിക്കറിയാം. മരിച്ചിട്ടും ഇല്ല. ഓക്കെ. അപ്പം ഈ പറഞ്ഞ കഥാപാത്രം എവിടെയോ ജനിച്ചു, നിങ്ങൾക്ക് അറിയത്തില്ല. തൊഴിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ കുരിശ് മരിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എതിലെയോ നടക്കുകയാണ്, എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഈ പുള്ളിക്കാരന്റെ പേരെന്താന്ന് പറഞ്ഞേ? അല്ലല്ല, ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ്. ഈ കഥാപാത്രമാണ് ഈസ അല്ലേ? കറക്റ്റ് അല്ലേ? ഈ പറഞ്ഞ കഥാപാത്രവുമായിട്ട് യേശു ക്രിസ്തു എന്ന ഹിസ്റ്റോറിക് പേഴ്സണ് യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായോ? യേശു ക്രിസ്തു എന്ന ഹിസ്റ്റോറിക് പേഴ്സണെ കുറിച്ചുള്ള ഏറ്റവും ഉറപ്പുള്ള ഒരു വസ്തുതയാണ് കുരിശിൽ മരിച്ചു, ക്രൂസിഫിക്ഷൻ നടന്നു എന്നുള്ള കാര്യം ഒരു ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എന്തായിരുന്നു തൊഴിൽ, ഇങ്ങനെ പല ഡീറ്റെയിൽ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ കാര്യവുമായിട്ട് ഈ പറഞ്ഞ മറ്റേ കഥാപാത്രത്തിന് ഒരു ബന്ധവുമില്ല. ഇനി എൻ്റെ അവസരമാണ്, ഞാൻ സംസാരിച്ചോട്ടെ. രണ്ടാമത്തെ പോയിന്റ്, ഇത് സിന്താനി പ്രോജക്റ്റ് പോലെ മറ്റൊരു മൈലെണ്ണയാണ് ഈ ഒരു വാദം. ഓക്കെ, സിന്താനി പ്രോജക്റ്റ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക്, ഈ അബ്ദുൾ മജീദ് അൽ സിന്താനി എന്ന് പറയുന്ന ഒരു യമനി പണ്ഡിതൻ, സോക്കോൾഡ് പണ്ഡിതൻ, ഇവരുടെ ഇടയിൽ അങ്ങനെയാണല്ലോ, കുറേ വെള്ളക്കാരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളെ സൗദിയിൽ കോൺഫറൻസിന് കൊണ്ടുവരികയും കാശൊക്കെ കൊടുത്ത് കൊണ്ടുവരികയും ഈ പറയുന്ന സയൻറ്റിസ്റ്റുകൾക്കൊന്നും എന്താ പറയുക, ഈ അറബിയോ ഇവരുടെ പുസ്തകമോ ഒന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഇവർ പറഞ്ഞിരിക്കുന്ന, ഇവരുടെ റിസർച്ച് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ 37 വേർഷൻ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നൊരു കാച്ചുകയും അതിൻ്റെ ഫലമായിട്ട് വീഡിയോ കാസറ്റും ഓഡിയോ കാസറ്റുമായിട്ട് ഇവരൊരു 10-20 വർഷം കൊണ്ട് നടന്ന ഒരു പ്രമൈസിൻ്റെ പേരാണ് ഇവരുടെ പുസ്തകത്തിൽ നിറയെ സയൻറ്റിഫിക് മിറാക്കിൾസ് ആണ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ആക്ച്വലി ഇതിനെ എന്താ പറയുക, അതൊന്ന് ഡിബങ്ക് ചെയ്തെടുക്കാൻ, കാരണം ഇത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം ഡിബങ്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിനെയാണ് നമുക്ക് ബ്രാൻഡോലിനീസ് ലോ എന്ന് പറയും. അതായത് 2013 നിങ്ങൾ വിക്കിപീഡിയ സെർച്ച് അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ബ്രാൻഡോലിനീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് ബുൾഷിറ്റ് അസിമെട്രി പ്രിൻസിപ്പിൾ എന്നാണ്. അതായത് നമുക്കൊരു കാര്യം വെറുതെ ഇങ്ങനെ കുത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്ത് നോൺസെൻസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സയൻറ്റിഫിക് മിറക്കിൾ ഉണ്ടെന്നുള്ള വാദം, അല്ലെങ്കിൽ ദഹാഹ, ഇവരുടെ ഒരു വാദത്തിന് വരുന്ന ദഹാഹ എന്ന് പറഞ്ഞ ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ. കാരണം എന്താ, ഈ കേൾക്കുന്ന ആൾക്കാരൊന്നും ഇത് ചെക്ക് ചെയ്യാൻ പോവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. അല്ലെങ്കിൽ അറബിക്ക് അല്ലെങ്കിൽ തന്നെ ഗ്യാസില്യൻ അർത്ഥങ്ങളാണല്ലോ, അങ്ങനെയുള്ളതൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള നുണ പൊളിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാദവും പൊളിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? അതിൻ്റെ ഫലമായിട്ട് ഇപ്പം 2020 തോന്നുന്നു ഒരു ദാവാക്കാരൻ്റെ പേരാണ് ഹംസ സോട്ടീസ്. അത് പുള്ളിക്കാരൻ്റെ തന്നെ ബ്ലോഗിൽ ഇത് അവർക്ക് തന്നെ നാണക്കേടുണ്ടാക്കി എന്ന് സമസ്ത അപരാധം പറഞ്ഞ് ഇവർ
ഈ സയൻറ്റിഫിക് മിറാക്കിൾ എന്ന ആർഗ്യുമെൻ്റ് ആക്ച്വലി ഇപ്പോൾ പറയാറില്ല. ഓക്കെ, ഇവർ 20 വർഷം ആക്ച്വലി പൊക്കിക്കൊണ്ട് നടന്ന ഒരു ആർഗ്യുമെൻ്റാണിത്. മനസ്സിലായി? ഇത് ജനറലി എവിടെയാണ് പറയുന്നത് വെച്ചാൽ വെസ്റ്റേൺ ഓഡിയൻസിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ അറബി പരിജ്ഞാനം ഒന്നും ഇല്ല എന്നിവർക്ക് തോന്നുന്ന സ്ഥലത്താണ് ശരിക്കും ഇവരുടെ ഇങ്ങനത്തെ ഒരു തക്കിയ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് തക്കിയാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് തക്കിയാണ് ഈ വെസ്റ്റേൺ ഓഡിയൻസ്, അതായത് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലിബറൽ ഓഡിയൻസിൻ്റെ അടുത്ത് ദാവാക്കാരുടെ സ്റ്റാൾ ഇട്ടിട്ട് സ്വന്തം പ്രോഡക്റ്റിനെ കുറിച്ച് ഒരക്ഷരം പറയില്ല. കാരണം എന്താ, സ്വന്തം പ്രോഡക്റ്റ് ചീഞ്ഞ് നാറിയതാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർക്കാണ്. പകരം എന്താ പറയുക, വി ലവ് ജീസസ്, വി ലവ് മേരി എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? അടിസ്ഥാനപരമായി ആക്ച്വലി ഈ ലിബറൽ അല്ലെങ്കിൽ എത്തീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊന്നും ചോദിക്കാനായിട്ട് പോവുകയില്ല. പക്ഷേ ഈ കളി ആക്ച്വലി എവിടെ നടക്കും? പ്രോബബിളി എവിടെ നടക്കാൻ പറ്റും? മാക്സിമം പോയ ഈ ലിബറൽ ബബിൾസിലേ നടക്കുകയുള്ളൂ. ഈ കളി ആക്ച്വലി ഈസ്റ്റിൽ കൊണ്ടുവന്ന്, അതായത് മനസ്സിലായല്ലോ, 20 വർഷം അല്ലെങ്കിൽ ഒരു 10-15 വർഷം സ്നേഹസമ്പാദം നടത്തിയതിൻ്റെയാണ് ഇന്ന് എരന്ന് മേടിക്കുന്നത്, ആശയപരമായി എരന്ന് മേടിക്കുന്നത്. അപ്പോൾ ഇത് വിട്ടുകൊണ്ട് അതിൻ്റെ ആർഗ്യുമെൻറ്റും എടുത്തുകൊണ്ട് ഈസ്റ്റിൽ വന്ന് സ്പെസിഫിക്കലി നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞാൽ 1-ന് 10-ഉം 10-ന് 100-ഉമായിട്ട് ആശയപരമായി തിരിച്ചു കിട്ടുമെന്നേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായല്ലോ? പുസ്തകങ്ങൾ ഇനിയും വായിക്കപ്പെടും, ആർഗ്യുമെൻറ്റ്സ് ഇനിയും വെക്കപ്പെടും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു ലൈവ് എക്സാമ്പിളാണ് ഇവിടെ കണ്ടത്. ഒരു കഥ, ഇവരുടെ പുസ്തകത്തിൽ ഒരാളെക്കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്, അയാൾ എവിടെ ജനിച്ചു എന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്തെന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല, അദ്ദേഹം മരിച്ചില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം എവിടെ ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷേ ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് ആ പറയുന്ന ആളാണ് ഈ പറയുന്ന ആൾ. അതെങ്ങനെ ശരിയാവുക? കാരണം ഒരു ബിറ്റ്സ് ആൻഡ് പീസ് ഇൻഫർമേഷൻ പോലും ഈ പ്രസ്തുത വ്യക്തിയെക്കുറിച്ച് ആർക്കില്ല, ഇദ്ദേഹത്തിനില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ ഒരു ദാവാ സ്ക്രിപ്റ്റിൻ്റെ പാർട്ടാണ് എന്ന് കൃത്യമായിട്ട് ഓഡിയൻസ് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? ഇതുപോലെ തന്നെ ഇൻറ്ററോഗേറ്റ് ചെയ്യുകയും വേണം. മനസ്സിലായി? എന്നാലേ ദാവാ സ്ക്രിപ്റ്റ് മുളയിലേ പൊളിക്കാൻ പറ്റും. ഈ ദാവാ സ്ക്രിപ്റ്റുകാർ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്രീ അസംഷൻസ് ഇവർക്ക് അങ്ങ് സമ്മതിച്ചു കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? നമ്മൾ കുറേ കാര്യങ്ങൾ ഇവർക്ക് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. ഓക്കെ, അങ്ങനെയാണ്. എന്നാലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് ഇവരുടെ സ്ക്രിപ്റ്റ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവരുടെ ദാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഡോക്യുമെൻറ്റ്സ് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല്ലേ, ഇവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് കിട്ടും ആക്ച്വലി, എങ്ങനെ ചോദിക്കണം. അല്ല JCB ബ്രദറെ, അതിലെ പ്രീ സപ്പോസിഷൻസ് ആപ്രയോരി ജഡ്ജ്മെന്റ്സ് ആണ്. നമ്മൾ ഇവർക്ക് എന്തിനാ അംഗീകരിച്ചു കൊടുക്കണം? ഹൂ ആർ ദേ? ഇവരെ ഈ ആർബിറ്റർ അതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ബൈബിളും ഖുറാനും തമ്മിൽ താരതമ്യം ചെയ്യാം. ഒരു വാദമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ഒരു വാദമാണ്. ഒരു അനൗൺസ്മെന്റ് പറഞ്ഞോട്ടെ. ഇത്രയും നേരം യേശു മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീമുകൾ അപ്പുറം ക്ലോസ് എൻകൗണ്ടർ പറഞ്ഞിട്ട് ജീസസ് വെറും മിത്താണെന്ന് പറഞ്ഞുകൊണ്ട് റൂം ഇട്ടിരിപ്പുണ്ട്. എന്താണ് ഇത്? നിങ്ങൾക്ക് ഇങ്ങനെ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്? അയ്യോ, എന്തൊക്കെ കാണണം, എന്തൊക്കെ കാര്യമായിട്ട് തകരാറുണ്ട് കേട്ടോ. ഞാൻ തമാശ പറഞ്ഞില്ല, എനിക്ക് പലപ്പോഴും നിങ്ങൾ വെറുതെ ആർഗ്യുമെന്റ് എല്ലാം വെച്ച അല്ല JCB ബ്രദർ ഉള്ള ആർഗ്യുമെന്റ് എല്ലാം വെച്ച് ആകെ പ്രശ്നമാക്കി കളഞ്ഞു. അയ്യോ, എന്തൊക്കെയാണ്. അത് നടക്കട്ടെ. പക്ഷെ JCB ബ്രദർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവരാണ് എന്താണ് ജഡ്ജ്മെന്റിന്റെ ഫസ്റ്റ് പ്രൊമിസ് ഇവരാണ്, യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ഇവരാണ് വെക്കുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ ഇവർ ബാക്കി ഡിഡക്ഷൻസ് മൊത്തം നടത്തുന്നത്. ഇത് നടത്താൻ ഇവർക്ക് ഈ 6-ാം നൂറ്റാണ്ടിൽ വന്ന കാട്ടറബിക്ക് ആരാണ് അധികാരം കൊടുത്തത്? അതെ, ബേസിക്കലി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു 99.99% ക്രിസ്ത്യൻസും എന്താണ് അവർ പറയട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്, അല്ലെങ്കിൽ ഇവിടം വരെ നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താ പ്രോബ്ലി മിസ്ഇൻഫോംഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ബേസിക്കലി ആലോചിക്കില്ല, നോക്കാം എന്നുള്ള രീതിയിലായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയല്ല. ബേസിക്കലി ഇവരുടെ പ്രീ സപ്പോസിഷൻസ് തന്നെ ആക്ച്വലി ഇവരുടെ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആണെന്ന് തുറന്നു കാണിക്കാൻ വേണ്ട. അതാണ് ഞാൻ ഈ നഹാസ് ബ്രദറിനോട് ഇപ്പോൾ ചോദിച്ചത്, ആരാണ് ഈ പുള്ളിക്കാരൻ, എവിടെ ജനിച്ചു? ഹലോ, സംസാരിച്ചു. റിപ്ലൈ ആണോ? സംസാരിച്ചോ, അതിനുശേഷം ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, നഹാസ് സംസാരിച്ചോ, കുഴപ്പമില്ല.
അല്ല, സത്യം ഇങ്ങനെ വികാരം പൊട്ടിയൊക്കെ നിൽക്കുവാണ്. ഇല്ല ഇല്ല, സത്യ ബ്രദറെ സത്യ ഞാൻ മൈൽഡ് ആയിട്ട് വീഡിയോ പോകും. ഓക്കെ, കാണിച്ചുതരാം. നോക്ക്, സത്യ മൈൽഡ് ആയിട്ട് പോകും. ഓക്കെ, നഹാസ് സംസാരിച്ചോ, എന്നിട്ട് JCB സംസാരിച്ചോളൂ. ഓക്കെ. ഇവിടെ ഇപ്പോ എന്താ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താ, അവൻ മുസ്ലിമാണെന്ന് പറയാൻ അഭിമാനമാണ്. അത് ഏറ്റവും വലിയ കാര്യമായിട്ട് അവൻ വിശ്വസിക്കുന്നുണ്ട്. ഇനിയിപ്പോ യേശുവിനെ കാഫിറായിട്ടോ കള്ളനായിട്ടോ കള്ളപ്രവാചകനായിട്ടോ ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യാനും അതിന് തെളിവ് ചോദിക്കാനൊക്കെ അവകാശമുണ്ട്. അതിനപ്പുറം ഇപ്പോ യേശു ഒരു എന്താണ്, നമ്മളിൽ ഒരുവനാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ ഒരു വിശ്വാസിയാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ നമ്മള് ഏറ്റവും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അവകാശപ്പെടുമ്പോൾ നിങ്ങൾ അതിനൊപ്പം നിൽക്കേണ്ടതിന് പകരം ചോദ്യങ്ങളുമായിട്ട് വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അത് ശരിയെന്നാ പറഞ്ഞുതരാം. അത് നിങ്ങളെ JCB ബ്രദറെ, ചോദ്യം അല്ല, അത് ഒരു മിനിറ്റ്. പറഞ്ഞുതരാം. ആ ചോദ്യം ചോദിച്ചല്ലോ, അത് ഞാൻ JCB ആൻസർ എടുത്തോ, ചെയ്യാം. JCB എടുത്തോ, JCB ആ, എടുത്തു. ഞാൻ ആ, ജസ്റ്റ് ഒരു കാര്യം പറയാം. ആ. നിങ്ങളുടെ അല്ല, ഒരു സംസാരം കാര്യം കൂടെ പറയട്ടെ. അല്ല, ചോദ്യം ചോദിച്ചില്ലേ? ഓക്കെ, പറഞ്ഞോ. അല്ല, ഒന്ന് ഒരു പണി ചെയ്തോ, ഒരു മിനിറ്റ്, ഞാൻ മോഡറേറ്റ് ചെയ്യാം. ഒരു കാര്യോടെ നഹാസ് പറയും, എന്നിട്ട് പിന്നെ JCB എടുത്തോ. എനിക്കും ഒരു ഓക്കെ. ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആ ഇച്ചിരി ചോദ്യത്തിന് കഴിയുമ്പോൾ. ആൻസർ ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ടാണ്. അതാ അല്ല, JCB തന്നെ എടുത്തോളൂ. ഒരു പണി ചെയ്യേ നഹാസ് ബ്രദറെ, അടുത്ത ചോദ്യം ഇതിന്റെ ഉത്തരം കിട്ടിയതിന് ശേഷം അതെ, നിങ്ങൾ എടുത്തോ. അതായിരിക്കും നല്ലത്. കുറച്ച് ആ, എനിക്കൊന്ന് സംസാരിക്കണം ഇത് എന്നുണ്ടായിരുന്നു. ഇത് ബട്ട് മറ്റൊരു എനിവേ, ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻസർ ആണ്. ആദ്യം JCB പറഞ്ഞു. ഇത് മറ്റൊരു സ്ക്രിപ്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു സ്ക്രിപ്റ്റ് ആണ് ഈ പറയുന്നത്. അതായത് ഇവരുടെ ഒരു വിചിത്രവാദങ്ങളിൽ 2 വാദങ്ങളിൽ ഒന്നാണിത്. ഓക്കെ, ഒന്ന്, ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരാൾ ഞങ്ങൾ കാര്യമായിട്ട് ബഹുമാനിക്കുന്നത് കൊണ്ട് നിങ്ങളും ബഹുമാനിക്കണം എന്നുള്ളതാണ് സ്ക്രിപ്റ്റിൻ്റെ ആദ്യത്തെ എന്താ പറയുക, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ബഹുമാനിക്കണം. ഇനി രണ്ടാമതായിട്ട് അവരതിന് ഒരു സൗജന്യം ചെയ്തു തരികയാണ്. എന്തുകൊണ്ട്? കാരണം ഞങ്ങളും ബഹുമാനിക്കുന്നുണ്ടല്ലോ. ആരെ? നിങ്ങളുടെ യേശുക്രിസ്തുവിനെ ഞങ്ങളും ബഹുമാനിക്കുന്നുണ്ടല്ലോ. മനസ്സിലായില്ലേ? ബേസിക്കലി ഇതിനകത്തെ ദാവാ സ്ക്രിപ്റ്റ് വളരെ സിമ്പിളാണ്. മനസ്സിലായോ? യേശു ക്രിസ്തു കർത്താവ് യേശു മിശിഹ ബഹുമാനത്തിന് യോഗ്യനാണ്. ബഹുമാനിക്കാൻ തക്കത് ഉണ്ട്. ഹീസ് പെർഫെക്റ്റ്. മനസ്സിലായോ? നിങ്ങൾ മാനിച്ചാലും ബഹുമാനിച്ചില്ലെങ്കിലും ഹീസ് പെർഫെക്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിപ്പോൾ നിങ്ങൾ ബഹുമാനിച്ചാലും നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിൽ ലോകത്തിലിപ്പം ക്രിസ്ത്യാനി ആവണമെന്ന് പോലും ഇല്ല. നിരീശ്വരവാദി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒട്ടുമിക്ക ആൾക്കാർക്കും ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ ബഹുമാനിച്ചാലും ബഹുമാനിച്ചില്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ഔദാര്യം വേണ്ട. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇത് ബേസിക്കലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. അല്ലല്ല ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. റെസ്പെക്ട് എന്ന് പറയുന്നത്, നഹാസ് ബ്രദറെ ഞാൻ പറഞ്ഞ് തീർക്കട്ടെ പ്ലീസ്. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അത് ആരായിക്കട്ടെ, നഹാസ് ബ്രദറിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഓക്കെ, ആ ബഹുമാനം എന്ന് പറയുന്നത് ഏൺഡ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നഹാസ് ബ്രദറിനെ ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ തെറിയൊന്നും വിളിക്കാറില്ല. നമ്മൾ തമ്മിൽ ആശയപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകും. തെറിയൊന്നും വിളിക്കാറില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ബഹുമാനം നിങ്ങളോട് എനിക്ക് കാണും. ആ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഏൺഡ് ആണ്, നിങ്ങൾ നേടിയെടുത്തതാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സിമിലർലി നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ നേതാവിനെക്കുറിച്ച് റെസ്പെക്റ്റ് നേടിയെടുക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വായിക്കുകയോ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ബുദ്ധനെക്കുറിച്ച് ആയാലും എനിക്ക് ഇങ്ങനത്തെ അഭിപ്രായമുണ്ട്. ബുദ്ധനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ശ്രീ ബുദ്ധനെ. ഓക്കെ, ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിക്കുന്നുണ്ട്. അതൊക്കെ അവർ നേടിയെടുത്താണ്, ഏൺഡാണ്. പക്ഷെ നിങ്ങളുടെ ഈ നേതാവിനെ ആക്ച്വലി ബഹുമാനിക്കാൻ തോന്നില്ല. മനസ്സിലായോ? അത് ആരുടെയും കുറ്റമല്ല, സ്വന്തം പ്രോഡക്റ്റ് മോശമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദാവാ സ്റ്റാളിന് ഫ്രണ്ടിൽ ആക്ച്വലി എന്ത് ചെയ്യുക, വി ലവ് ജീസസ് എന്ന് എഴുതേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുന്നത്. വിഷയത്തിൽ നിന്ന് സംസാരിക്കും. ആ വിഷയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബഹുമാനത്തിനെ കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞത്? പറഞ്ഞോ, നിങ്ങളെ ബഹുമാനിക്കാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞ വാദം എന്തായിരുന്നു? നിങ്ങളുടെ യേശുവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട നിങ്ങളുടെ ബാധ്യതയാണ്. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് യേശുക്രിസ്തുവിന്റെ നഹാസ് ബ്രദറെ. ഓക്കെ, ഫൈനൽ 30 സെക്കൻഡ്സ് ഞാൻ നിർത്തുവാണ്.
ജീസസ് ക്രൈസ്റ്റിനെ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ, നിങ്ങളുടെ വാക്ക് ആരെങ്കിലും കേൾക്കാനെങ്കിലും നിലനിൽക്കൂ എന്നുള്ള ഒരു ഗതികേട് കൊണ്ട് മാത്രമാണ് നിങ്ങളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളതും ചെയ്യില്ലായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങളതും ചെയ്യില്ലായിരുന്നു. നിങ്ങളുടെ ദാവാ സ്റ്റാൾ തന്നെ ഉദാഹരണം. സ്വന്തം പ്രോഡക്റ്റ് എന്താ പറയാത്തത്? അതിൻ്റെ ഫ്രണ്ടിൽ എന്തിനാ വി ലവ് ജീസസ് വി ലവ് മേരി എന്ന് എഴുതുന്നത്? അതന്നെയല്ലേ എൻ്റെ തെളിവ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് തെളിവ് അതല്ലേ? മനസ്സിലായില്ലേ? അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, നിങ്ങളുടെ ഗതികൾ. നിങ്ങളുടെ പ്രോഡക്റ്റിന് ഗുണമില്ലാത്ത ബാക്കി ആളുടെ കുറ്റമല്ല. മാത്രമല്ല, രണ്ടാമത്തെ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാണി ആയിക്കോട്ടെ, മുഹമ്മദ് ആയിക്കോട്ടെ, മോർമോൺ ആയിക്കോട്ടെ, 1-ാം നൂറ്റാണ്ടിന് ശേഷം വരുന്ന ഇനി വരാനിരിക്കുന്ന ഏത് കള്ളപ്രവാചകന്മാരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ജീസസ് ക്രൈസ്റ്റിനെ എൻ്റെ പിന്തുടർച്ചയാണെന്നോ അല്ലെങ്കിൽ അതുപോലെയാണെന്നോ അതിന് ശേഷമാണെന്നോ ഇങ്ങനെയുള്ള പല അവകാശവാദങ്ങളും വെച്ചിട്ടുണ്ട്. അത് മാണി വെച്ചിട്ടുണ്ടാവും, മുഹമ്മദ് വെച്ചിട്ടുണ്ടോ, മോർമോൺ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പലരും വരും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. എന്താ പറയുക, ആടിൻ്റെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇറ്റ് ഡസൻറ്റ് മാറ്റർ. മാണി ആയിക്കോട്ടെ, മുഹമ്മദ് ആയിക്കോട്ടെ, മോർമോൺ ആയിക്കോട്ടെ, എല്ലാവരും കള്ളപ്രവാചകന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോജിക്ക് നിലനിൽക്കുന്നില്ല. റെസ്പെക്റ്റ് ഏൺ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലീഡറിൻ്റെ കേസിലാണെങ്കിൽ ആ ബഹുമാനം എനിക്ക് തോന്നുന്നില്ല, ഏണ്ടല്ല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ജീസസിനെ ബഹുമാനിക്കുന്നില്ല. ജീസസിൻ്റെ ലെഗസി ചൂണ്ടിക്കാണി അറ്റം പിടിച്ചുകൊണ്ടാണ് പല വ്യാജന്മാരും വന്നിട്ടുള്ളത്. അതിനകത്ത് ഒരു വ്യാജനയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. അത്രേ ഉള്ളൂ. തീർന്നു. താങ്ക് യു. ഓക്കെ, ഇനി നഹാസ് സംസാരിക്കട്ടെ. എക്യു ബ്രദറെ, ഞാനിവിടെ എന്താണ് യേശു ക്രിസ്തുവിനെ എന്താണ് ഒരാൾ തള്ളി പറഞ്ഞാൽ നിങ്ങൾക്കത് കുറ്റം പറയാം, ചോദ്യം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതിന് ഇദ്ദേഹം ഇവിടെ വേറെ എന്തൊക്കെയോ കാട് കയറിപ്പോയി, സംസാരിച്ചു പോയി. ഇവിടെ യേശുക്രിസ്തു സർവ്വസമ്മതനായിട്ടുള്ള ചരിത്ര പുരുഷനൊന്നുമല്ല. യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നവർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതും നല്ല രീതിയിലല്ലാതെ ഒരു മിസ്റ്റിക് ഹിസ്റ്ററി മാൻ എന്നുള്ള രീതി, അല്ലെങ്കിൽ ഹിസ്റ്ററി കൊണ്ട് നടക്കുന്ന വ്യക്തിത്വമായിട്ട് അവതരിപ്പിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ തന്നെ. അതുകൊണ്ട് സർവസമ്മതനായിട്ടുള്ള ഒരു നേതാവൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് പേഴ്സൺ ഒന്നും അല്ല ജീസസ്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എന്താണ് മുഹമ്മദ് നബിക്ക് ഈസാ നബിയെ കൂട്ടുപിടിച്ചിട്ട് ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് ഇടയ്ക്ക് കയറിയതല്ല. ഞാൻ ചോദിച്ചേ, ഒരാളെ കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു എന്ന് വിചാരിച്ച്, ഇപ്പൊ എന്നെ കുറിച്ച് താങ്കളും കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഹിസ്റ്റോറിക് പേഴ്സൺ അല്ലാതെ ആകുമെന്ന് ചോദിക്കാൻ വന്നതാ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. അല്ല, ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ക്യൂപ്പേ. ഞാൻ പറഞ്ഞത് അപ്പുറം ഇദ്ദേഹം നബി എന്തോ വലിയ മഹാ അപരാധം ചെയ്തതുപോലെ പറയുന്നുണ്ട്. ഇവിടെ നബി ഒരു ചിത്രത്തിലേ ഇല്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ആ ഹിസ്റ്റോറിക് പേഴ്സണിനെ നമ്മൾ ആ പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള സഹായം ലഭിച്ച ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് കാണുന്നത്, വിശ്വസിക്കുന്നത്, ആദരിക്കുന്നത്. നിങ്ങളെപ്പോലെ ദൈവമായിട്ട് കാണുന്നില്ല എന്ന് മാത്രം ആണ് ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. പിന്നെ അതൊരു വലിയ തെറ്റായിട്ടാണ് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിന് ഞാൻ മറുചോദ്യം ചോദിച്ചത്, യേശുവിനെ മറ്റു സമൂഹങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹമെങ്കിലും വളരെ വൾഗറായിട്ട് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമുക്ക് മുസ്ലിങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ഒരു അവിശ്വാസിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നും യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് ഇത്തരം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും കേൾക്കാൻ പറ്റത്തില്ല. അവരുടെ വിശ്വാസത്തെയും ദൈവത്തെയും തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ തെറ്റായ ഒരു രൂപം, അവരുടെ വിശ്വാസത്തെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ശത്രുത, യേശു ക്രിസ്തു എന്ന ആ ചരിത്ര പേഴ്സണോട് ശത്രുത കൊണ്ട് നടക്കുന്ന, അത് ഭാവിയിലും ആ തീവ്രത കുറയാതെ ആ ശത്രുത കൊണ്ട് നടക്കും എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ആദ്യം നിങ്ങൾ അവരെ തിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും വലിയ വ്യക്തിത്വമുള്ള ആരുടെ മുമ്പിലേക്കും വെച്ച് നീട്ടാവുന്ന ഒരു പേഴ്സണാലിറ്റി ആണല്ലോ ജീസസ്. റിയൽ ചെന്നായകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആദ്യം പറഞ്ഞില്ലേ, ഈ തള്ളിപ്പറയാത്ത യേശുക്രിസ്തുവിന്റെ തള്ളിപ്പറയാത്ത ആട്ടിൻ തോലിട്ട ചെന്നായകൾ എന്ന് പറയുന്നില്ലേ, ആ കൂട്ടർക്ക് മറുപടി പറയാൻ വരട്ടെ. നിങ്ങൾക്ക് മറുപടി പറയേണ്ട ആൾക്കാർ
ശരിയെന്നാ ഓക്കെ, ഞാൻ ഇറങ്ങുവാണ്. ഓടണ്ട. അല്ലല്ല, വേറെ ആരും ഇടപെടില്ല. അല്ല ചിരിയൻ അങ്ങനെയൊന്നും പോണ്ട. ഒരു മിനിറ്റ്. എല്ലാവർക്കും ഇടപെടണമെന്നൊക്കെ തോന്നും. ഒരു മിനിറ്റ്. ഇപ്പൊ JCB പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം കേട്ടിരുന്നില്ലേ? സോ നമ്മളും കേട്ടിരിക്കുക. സൗണ്ട് അദ്ദേഹം ഇടയ്ക്ക് പറയുന്നത് ബ്രേക്ക് അവർക്ക് ആവുന്നുണ്ടായിരുന്നേ. അവസരം അല്ല കൊടുത്താൽ ഇക്യു മതി. ബ്രദറെ, നമുക്ക് അവസരം ഞാൻ കൊടുക്കാം. താങ്കളോട് ഇടപെടാനാ പറഞ്ഞേ. കേട്ടിരിക്കുന്നതിന് ഈ ഒരു പ്രയാസവും ഇല്ല. നഹാസ് എത്ര ഓക്കെ, അത് സംസാരിച്ചു, മനസ്സിലായി. ഈ ഇത് തമ്മിൽ യാ, കണക്റ്റഡ് അല്ല, ഒരു ആകുന്നില്ല. മിനിറ്റ്. അതിനെ നമുക്കൊരു പണി ചെയ്യാം. പോയിന്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ്. അല്ല അത് ഇതിപ്പോ എന്താ മാത്രമല്ല, പ്രശ്നം എന്ന് വെച്ച് എന്തെങ്കിലും കഴിഞ്ഞാല്, ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഉടനെ നഹാസ് ഞാൻ പോവാ, അതെന്തൊരു അത് ശരിയായ അല്ല ഒരു കാര്യം. ശരി, നഹാസ് ഒരു മിനിറ്റ്, തിരുത്തണം. അതവിടെ നിൽക്കട്ടെ. അല്ല, അല്ല, അത് കുഴപ്പമില്ല ഞാൻ കുഴപ്പമില്ല. നിങ്ങളെ ഇന്ററപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്റെ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇത് സംസാരിച്ചു, കൊച്ചു ഒന്നിലധികം പിള്ളേർ പോയിന്റ് പറയുന്നവരാണ് സംസാരിച്ചു. ഞാൻ നഹാസെ. രണ്ടാമതൊരു പോയിന്റ് ഇതൊരു സംസാരിക്കാൻ ഓക്കെ, ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്യും. നമ്മളെ സമയം കളയല്ല. ഓക്കെ, പോയിന്റഡ് ആയിട്ട് നമുക്ക് പോവാം. ഒറ്റ കാര്യം, നിങ്ങൾക്ക് 1 മിനിറ്റ് ഏക്യു ബ്രദർ, ഒറ്റ കാര്യം. എനിക്കൊരു അപ്പനുണ്ട്. എന്റെ അപ്പൻ ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് അപ്പൻ ജനിച്ചത് എവിടെയാണെന്ന് യാ, അപ്പന്റെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാം. അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ. ഓക്കെ, പോയിന്റഡ് ആയിട്ട്. ഏക്യു ബ്രദറെ, ചിരി ബ്രദറെ പ്ലീസ്, നമുക്ക് എല്ലാവർക്കും സംസാരിക്കണമെന്നുണ്ട്. ചിരി ബ്രദറെ അല്ല, പ്ലീസ്. എല്ലാം സമ്മതിക്കാം. ഓക്കെ. ഇത് അതൊന്നല്ല, പുള്ളിക്കാരൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമില്ല. ഉണ്ട്, എനിക്കുണ്ട്. എനിക്കതിനകത്ത് കൃത്യ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഉണ്ട്. പക്ഷേ എന്ന് കരുതി എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന മറ്റൊരുത്തന്, അതായത് അവൻ്റെ പിതാവ് ആരാണെന്ന് അവൻ അറിയത്തില്ല. ഓക്കെ, നമ്മളെല്ലാരും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഒരു മിനിറ്റ്, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാന്നുള്ളതാണ് ഇയാൾ ചുമ്മാ കാട് കയറി അത് പോവാ. മനസ്സിലായി. ഓക്കെ, അല്ല ഇവര് തമ്മിൽ അല്ല സംസാരിക്കട്ടെ. ഏക്യു JCB ബ്രദറെ നഹാസും തമ്മിൽ സംസാരിക്കുകയാണ്. ഏക്യു ബ്രദറെ നമുക്കിപ്പോ ഒരു തൽക്കാലം കാര്യം അവര് തമ്മിൽ ഇയാൾ വെറും സംസാരിക്കാൻ ടൈം അനുവദിക്കാം. വേറെ ആരും വേസ്റ്റ്. ഒറ്റ കാര്യം. ചിരിയൻ ബ്രദറെ പ്ലീസ്. ഏക്യു ബ്രദർ ഒറ്റ കാര്യം, നഹാസ് ബ്രദറെ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണേ. കാരണം ഇടയ്ക്ക് മുറിഞ്ഞു അത് പോയ കാര്യങ്ങൾ ഒരു ഞങ്ങൾ ചെറിയ കേട്ടില്ല. ഭാഗം ഞാൻ മാത്രമേ മുറിഞ്ഞുള്ളൂ. ഒരു പ്ലീസ്. ചെറിയ ഭാഗം മാത്രമേ അതെ മുറിഞ്ഞുള്ളൂ. അതെ കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഇല്ല, പ്രശ്നമൊന്നുമില്ല. അത് ചെറിയൊരു ഭാഗം മാത്രമേ മുറിഞ്ഞുള്ളൂ. JCB ഇവിടെ ഉണ്ടോ? JC ഇവിടെ ഉണ്ടോ? JCനെ എനിക്ക് പാനലിൽ കാണാൻ പറ്റുന്നില്ല, ഇല്ല, അതുകൊണ്ട് JC ചോദിച്ചത്. ബ്രദർ ഇവിടെ കാണുന്നില്ല. ഓക്കെ, നമുക്കേ ഇനി ആരും JCB ഓടിയെന്നാരും പറയരുത്, ദയവ് ചെയ്ത്. അല്ല, പുള്ളി വരും. ജെയിംസ് സാർ എന്തോ പറയാനായിട്ട് മൈക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ജെയിംസ് സാറേ ഒന്ന് മൈക്ക് എടുത്തു. അല്ലെങ്കിൽ പിന്നെ ജെയിംസ് സാറും നഹാസും തമ്മിൽ സംസാരിക്കട്ടെ. പരമാവധി നമുക്ക് അങ്ങനെ പോവാം, കുഴപ്പമില്ല. പക്ഷെ ചെറിയ ഇതായിട്ട് പോകുക. രണ്ട് സൈഡിൽ നിന്നും ചെറിയ ടോപ്പിക് ആയിട്ട് പോകുക. അപ്പൊ പിന്നെ നമുക്ക് എന്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എടുക്കുന്നത് പോലെ അദ്ദേഹത്തിന് സമയം കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയ ടൈം എടുത്താൽ എനിക്ക് അദ്ദേഹത്തോടും ചെറിയ ടൈം എടുക്കാൻ പറയാനായിട്ട് പറ്റും. ഓക്കെ, ജെയിംസ് സാറെ മൈക്ക് എടുത്തായിരുന്നു. ഇല്ല, എന്റെ കൈകൊണ്ട് അബദ്ധത്തിന് കൈകൊണ്ട് ക്യാരി ഓൺ. ഓക്കെ, എന്നാ പിന്നെ ആരാ സംസാരിക്കുന്നത്? JC ഇപ്പൊ ഇവിടെ ഇല്ല. ജെയിംസ് സാർ സംസാരിക്കുന്നോ? എനിക്കൊരു കാര്യം നാസിൻ്റെ അടുത്ത് പറയാനുള്ളത് വേറൊന്നുമല്ല. ഈ പറഞ്ഞ മാതിരി എനിക്കൊരു അപ്പനുണ്ട്. ആ അപ്പൻ്റെ കാര്യം ആരാണെന്നും എന്താണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരാൾക്ക് അവൻ്റെ അപ്പൻ ആരാണെന്നോ അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ ജനിച്ചതെന്നാണെന്നോ ഒന്നും അറിയത്തില്ല. എന്ന് കരുതിക്കൊണ്ട് ഞാൻ മഹാമനസ്കനായി അവൻ എൻ്റെ അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് കണ്ടിട്ട് ഞാൻ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ നോക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഏറ്റവും മികച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതല്ല നല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പിടിച്ചോട്ട് അത് ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഈസാ നബിയെക്കുറിച്ച് JCB ബ്രദർ ചോദിച്ച ചോദ്യങ്ങളിൽ ഭൂരിപക്ഷത്തിലും നിങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് JCB ബ്രദർ ചോദിച്ച ആ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം. എവിടെ ജനിച്ചു, എന്താണ് സംഭവം, ഏത് ഭാഗത്താണ് ലോകത്തെ, എവിടെയാണ് ജനിച്ചത്, എന്തായിരുന്നു ജോലി, ഇതെല്ലാം ഞങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ കൃത്യമായ തിരുവെഴുത്തുകളുണ്ട്, പ്രമാണമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈസാ നബിയെക്കുറിച്ച് ഈ കാര്യത്തിലൊന്നും യാതൊരു ഉത്തരവുമില്ല, ഒന്നുമില്ല. അപ്പോൾ രണ്ടും രണ്ട് എഡ്ജില്ല. നിങ്ങളുടെ ഈസാ നബിക്ക് ഒരു തെളിവുമില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്, ഞങ്ങൾക്ക് തെളിവുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് യേശു ഒന്നാണെന്ന് പറഞ്ഞു വരുന്നത്? ഇത് ഒരു കാരണവശാലും ശരിയാവില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള മുടന്ന ന്യായങ്ങൾ വെക്കുന്നതിന് മുമ്പ് ആദ്യം കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ വർഷം ഈസാ നബി എവിടാ ജനിച്ചത്, ആരാണ് കക്ഷി, മൂപ്പര് എന്തിനാ ജനിച്ചത്, എന്തിനാ മരിച്ചത്, അല്ല മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ചെങ്കിലും വ്യക്തമായിട്ടുള്ള ധാരണമെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തരാൻ പറ്റുമോ?
അതെങ്കിലും പറഞ്ഞുതരാലോ. നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യമല്ലേ അത്. ഓക്കെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ഓക്കെ, വേറെ ആരെങ്കിലും ഞാനേ സിരിയൻസിന് നഹാസ് ഞാനിവിടെ കൊടുക്കുന്നതിന് മുമ്പ് വേറെ പറഞ്ഞത് ആരെങ്കിലും എന്താണ് എന്ന് സംസാരിക്കുന്നുണ്ടോ? മനസ്സിലായില്ല തോന്നുന്നു. എക്യുപ്പേ അല്ല, ഞാനിവിടെ അത് എന്താ ഞാൻ തരാം പറഞ്ഞത്? നഹാസ്, ഞാൻ നഹാസ് തരാം. ബ്രദറെ വേറെ ഒരു ആരെങ്കിലും സെക്കൻഡ്, മൈക്ക് എടുക്കുന്നുണ്ടോ? എക്യു ബ്രദർ ഒറ്റ ഒരു സെക്കൻഡ്. സെക്കൻഡ്. ഓക്കെ, നഹാസ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്താൽ മതി. നഹാസ്, എക്യു ബ്രദർ കുറച്ച് ചോദ്യങ്ങൾ താങ്കളോട് വെച്ചു. ആ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് കൃത്യമായ ഉത്തരം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. ഈസാ നബി ആരാണ്, എവിടെ ജനിച്ചു, എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ താങ്കളുടെ പുസ്തകത്തിൽ നിന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അതിന് തെളിവില്ലാത്ത ഒരാള് എങ്ങനെയാണ് ഒരു ഹിസ്റ്റോറിക് പേഴ്സൺ ആകുന്നത്? അല്ലെങ്കിൽ ഇപ്പോ ഒരാള് മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞു, അതുകൊണ്ട് അയാൾ കൊലപാതകനാണെന്ന് എങ്ങനെയാണ് വരാൻ കഴിയുക? ഇതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളല്ല. അപ്പൊ താങ്കൾ ചെയ്യേണ്ടത് ഈ ഈ താങ്കളാണല്ലോ പറഞ്ഞത് യേശു ക്രിസ്തുവും ഈസായി ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ വരണ്ടേ? അതായത് ഈ ഈസായെ കുറിച്ചൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച സ്ഥലം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? നഹാസിന് അതുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ചിരിയൻസ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ അപ്പൻ എന്റെ അപ്പൻ എന്നല്ല. ഈസയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ. ഒരു സെക്കൻഡ്, ഈസാ നബിയെ കുറിച്ച് ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അപ്പൊ ചിരിയൻസ് അദ്ദേഹത്തിന് മറുപടി പറയാൻ സമയം കൊടുത്തത് നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. ഇനി ചിരിയൻ മൈക്ക് എടുത്താൽ ഞാൻ താഴെ ഇടും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഓക്കെ, ചിരിയൻസ്, ഞാൻ എന്താണെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ട് മറുപടി പറയാം. ചിരിയൻസിന്റെ അപ്പനെ നാട്ടുകാർ കുറ്റം പറഞ്ഞപ്പോൾ ആ അപ്പന്റെ നല്ല പ്രവൃത്തികളെ ബോധ്യമുള്ള ഒരാൾ വന്നിട്ട് അവർക്കെതിരെ പറയണം. അതായത് നിങ്ങളുടെ അപ്പനെ കുറ്റം പറഞ്ഞവർക്ക് എതിരെ പറഞ്ഞ് നിങ്ങളുടെ അപ്പന്റെ സത്യസന്ധതയ്ക്ക് ഒപ്പം നിൽക്കുകയാണ്. അത് ആ ഒപ്പം നിൽക്കുന്നവരെ അല്ല നിങ്ങൾ നേരിടേണ്ടത്. ആദ്യം നിങ്ങളുടെ അപ്പന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തിയിട്ട് എന്താണ് അപ്പനെതിരെ പറയുന്നവർക്കാണ് ആദ്യം മറുപടി കൊടുക്കേണ്ടത്. അപ്പനെതിരെ പറയുന്നവർക്കാണ് ആദ്യം തെളിവ് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് അപ്പോ ഞാൻ എന്താണ് ഇത് ഞാൻ എടുക്കാം കേട്ടോ. മനസ്സിലാക്കിയിട്ട് മനസ്സിലായി, ഞാൻ എടുക്കാം. ഇതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ്, എന്റെ അപ്പനെതിരെ ഈ നാട്ടുകാർ പറഞ്ഞ കുറ്റങ്ങൾ ഉള്ളതാണെങ്കിലോ, അവർ പറഞ്ഞതെല്ലാം ഉള്ളതാണെങ്കിലോ, ഞാൻ നാട്ടുകാരോട്, ഞാൻ അപ്പനോട് ആർഗ്യുമെന്റ് ടാൻജന്റിലേക്ക് പോകുന്നു. പ്ലീസ് അങ്ങനെ പോകല്ലേ. അങ്ങനെ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ എന്താ പറയാ. എന്റെ ചോദ്യത്തിലേക്ക് അദ്ദേഹം വന്നില്ല കേട്ടോ. നഹാസെ, ചിരിയന് താങ്കൾ മറുപടി കൊടുത്തു. എന്റെ ചോദ്യത്തിലേക്ക് ഒന്ന് വരൂ പ്ലീസ്. എന്താണ് ക്രിസ്റ്റോസെ, ഇവിടെ എന്താണ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോ യേശു മുസ്ലിം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ മുസ്ലിം ആയതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ആ അസ്തിത്വത്തിൽ, അല്ലെങ്കിൽ എന്റെ അസ്തിത്വം ബഹുമാനിക്കുന്ന ആളാണ്. ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് അത്രത്തോളം ആദർശം ഉള്ള ആളാണ്. അല്ലെങ്കിൽ എന്നെ പോലെ ഒരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, കളങ്കമില്ലാത്ത മനുഷ്യനാണ്, ദൈവം സഹായിച്ച മനുഷ്യനാണ്, ദൈവത്തിൽ നിന്ന് നേരിട്ട് അത്ഭുതങ്ങൾ സിദ്ധിച്ച മനുഷ്യനാണ് എന്നുള്ള വിശ്വാസമാണ് യേശുവിനെ കുറിച്ചിട്ട് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. വിശ്വാസം മാത്രമല്ല, ബോധ്യം. അങ്ങനെയാണ് ഓരോ മുസ്ലിമും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറം മറിച്ചൊരു അഭിപ്രായം, അതും തികച്ചും വിപരീതമായിട്ടുള്ള ഒരു അഭിപ്രായം മുഹമ്മദ് നബിക്ക് മുൻപ് തന്നെ അവിടെ നിലനിന്നിട്ടുണ്ട്. അത് ഇന്നും വേരറ്റ് പോയിട്ടില്ല എന്ന് മാത്രമല്ല, പൂർവ്വകാലത്തുണ്ടായിരുന്ന അതേ തീവ്രതയോടെ, അതേ വൈരാഗ്യ ബുദ്ധിയോടെ ഇന്നും ചില മനുഷ്യരുടെ ഉള്ളിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഉള്ളിലും പ്രകടിപ്പിക്കുന്നുമുണ്ട്, പുറത്ത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പോ ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് പരാതി ഇല്ലാത്ത വ്യക്തികൾക്കല്ല മറുപടി കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള പരാതികളുള്ള, ഇങ്ങനെ ഒരു കള്ളചരിത്രം വിശ്വസിച്ച് നടക്കുന്നവർക്ക് നിങ്ങൾ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളെ പോലെയുള്ളവർക്ക് മറുപടിയുമായിട്ട് വരാനാണ് ഞാൻ പറയുന്നത്. അതിന് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ പൂർവ്വചരിത്രവും ഒരു ഹിസ്റ്റോറിക് പേഴ്സന്റെ ബയോഗ്രഫി മൊത്തം പഠിക്കണമെന്നൊന്നുമില്ല. ഒരു പേഴ്സണെ കുറിച്ചിട്ടുള്ള അഭിപ്രായം മാത്രം മതി. അത് മാത്രം മുന്നോട്ട് വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്ലാം ഈ ഈസാ നബിയെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് ഇസ്ലാം എത്രത്തോളം അറിവാണ് ഈസാ നബിയെ കുറിച്ച് തരുന്നത്, അതെല്ലാം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ പറഞ്ഞും തരാം. പക്ഷെ അത് ഈ വിഷയത്തിലോട്ട് വരുന്നില്ല. ഒരു പേഴ്സണെ നമ്മൾ തള്ളി പറയാത്തതിലാണോ നിങ്ങൾക്ക് വിഷമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
നഹാസെ നഹാസെ എനിക്ക് നഹാസ് പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിട്ടു. എക്യു ബ്രദറെ ക്യാരി ഓൺ. ഞാൻ എത്ര ചോദിച്ചാലും നഹാസിന് ഇതിൽ കൂടുതൽ മറുപടി പറയാനില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. ഞാനത് ഒറ്റ വിടുന്നു. കാര്യം എക്യു ഒറ്റ ബ്രദറെ കാര്യം ക്യാരി ഒന്ന് ഓൺ. ചോദിച്ചോട്ടെ. അൻഷാദിനൊന്ന് വിളിക്കാമോ താഴത്തുനിന്ന്? ന്യൂക്ലിയർ ബ്രദർ അത് വേണ്ടല്ലോ. ഇപ്പൊ അല്ല, നഹാസുമായിട്ട് ചർച്ച നടക്കല്ലേ നല്ലത്. നഹാസുമായിട്ട് ചർച്ച നന്നായി നടന്നുകൊണ്ടിരിക്കുവല്ലേ. ഞാനൊരു കാര്യം പറയാം. ഈ അൻഷാദിനെ തൽക്കാലം ഒന്ന് താഴോട്ട് താഴോട്ട് വിടുക അല്ല, ഒന്ന് മാറ്റി നിർത്തേ. നഹാസ് ബ്രദറിന് ഈ കമന്റ് കാണുന്ന ഒരു ബുദ്ധിമുട്ടാ. നഹാസ് സംസാരിക്കാൻ മറ്റൊരാളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നഹാസ് നഹാസ് സാധാരണ പറയും, അതുകൊണ്ട് നിങ്ങൾ കമന്റ്. കമന്റ് ശ്രദ്ധിക്കണ്ട. ഓക്കെ, ഞാനൊരു പബ്ലിക് അനൗൺസ്മെന്റ് ആ ആണ്. രണ്ട് സൈഡിൽ നിന്നും ഡീസന്റ് ആയിട്ട് മാത്രം കമന്റ് ചെയ്യുക. ഓക്കെ, ഡീസന്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നീട് അത് എന്റെ മുകളിലോട്ട് വരും. അതാ ഞാൻ പറഞ്ഞത്. അല്ലല്ല, വ്യക്തി അതുകൊണ്ട് അധിക്ഷേപം രണ്ട് നടത്തി സൈഡിൽ, കഴിഞ്ഞാൽ എടുത്ത് ദൂരെ കളയാത്രേ ഉള്ളൂ. അതെ ധൈര്യമായിട്ട് ചെയ്തോ. ഏത് ഭാഗത്തു നിന്നായാലും, ക്രൈസ്തവ ഭാഗത്തു നിന്നായാലും, അത് ഇസ്ലാമിക ഭാഗത്തായാലും, ഏത് സൈഡിൽ നിന്നായാലും, അതായത് അക്സെപ്റ്റബിൾ അല്ലാത്ത വൾഗർ ആയിട്ടുള്ള കമന്റ് നടത്തി കഴിഞ്ഞാൽ ജസ്റ്റ് റിമൂവ്. ഒരു വാണിംഗ് പോലും കൊടുക്കണ്ട. ഓക്കെ, നഹാസ് ബ്രദറെ, ഇതിനകത്തൊരു വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ ന്യായമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. യേശു ക്രിസ്തു ഈ എക്യു ലോകത്തിൽ ബ്രദറെ, ഞാനൊരു ചോദ്യം വെച്ചു, അതിന് മറുപടി പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് കേട്ടിരിക്കായിരുന്നു. അതിലധികം എനിക്ക് കേട്ടിരിക്കായിരുന്നു. നിങ്ങൾ പറഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ ചോദ്യം ചോദിക്കുന്നത്, മാത്രമായിട്ട് ഒന്ന് ചെയ്തേ. ചോദ്യം മാത്രമായിട്ട് ഒന്ന് ചോദിച്ചേ. അല്ല, ഇതൊന്ന് തീർത്ത് ഇതിനൊരു ചെറിയ കൺക്ലൂഷൻ എനിക്ക് ബ്രദറെ, നമ്മൾ അല്ല, ഇത്രയും അദ്ദേഹം നേരം ചോദിച്ചോട്ടെ. സംസാരിച്ചതിനുള്ള ഒരു സാറില്ല, കൺക്ലൂഷൻ. ഞാൻ അവിടെ നിന്ന് തുടങ്ങിക്കോളാം ക്രിസ്റ്റോസ്, ഞാൻ അവിടെ നിന്ന് തുടങ്ങിക്കോളാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ ജെയിംസ് സാർ ഇവിടെ ഉണ്ടല്ലോ, ആക്ച്വലി നമുക്ക് കുഴപ്പമില്ല. ജസ്റ്റ് ചോദ്യം ചോദിച്ചോളൂ, എന്നിട്ട് ഞാൻ പിന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാഗത്തോട്ട് വന്നോളാം. ഓക്കെ. യേശുക്രിസ്തുവിനെ എന്താണ് തന്നിൽ ഒരുവനായിട്ട്, നമ്മളിൽ ഒരുവനായിട്ട് നമ്മൾ കൂടെ കണ്ട് സ്നേഹിച്ച് കൂടെ കൂട്ടുന്നു. അതൊരു തെറ്റാകാൻ കാരണമെന്ത്? അതായത് ഇപ്പോ മറിച്ചൊരു അഭിപ്രായം പറയാത്തത് കൊണ്ടാണ്. ഇപ്പോ യേശുവിനെ കള്ളനെന്നോ മറ്റ് തരത്തിലോ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലുമായിട്ട് മുസ്ലിങ്ങളുടെ അടുത്ത് വരത്തില്ലായിരുന്നതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടൊന്ന് ആൻസർ പറഞ്ഞാൽ ബാക്കി നമുക്ക് കേട്ടിരിക്കാൻ ഒരു സുഖം ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? യേശുവിനെ തള്ളിപ്പറയാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? ഓക്കെ, ഞാൻ പറയാം. യേശു ക്രിസ്തുവിനെ നമ്മിൽ ഒരുവനായി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബൈബിൾ പറയുന്നത് അവൻ മനുഷ്യനായി നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ദാസവേഷം എടുത്ത് മനുഷ്യനായി വിളങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മിൽ ഒരുവനായി കാണുന്നു എന്നുള്ളതിൽ ഒരു കുഴപ്പമില്ല. അത് അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ യേശു ക്രിസ്തു പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ പറയാണ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം, ഇഫ് യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്, നിങ്ങൾ ഞാൻ കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കും. അതായത് ബൈബിളിന്റെ ദൈവത്തിന്റെ ഒരു പ്രമാണമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വായ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ഷോ ഇറ്റ് ബൈ യുവർ ഡീഡ്സ്. നിങ്ങളുടെ ബിഹേവിയർ ആയാലും നിങ്ങളുടെ ഡീഡ്സ് കൊണ്ടും നിങ്ങൾ അത് ചെയ്യുക. അതാണ് യേശുക്രിസ്തു പറയുന്നത്. ഇഫ് യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. അപ്പൊ യേശുക്രിസ്തു ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലാണ് കാതലായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങള് ബൈ വേർഡ്സ് യു സേ യു ലവ് ജീസസ്, ബട്ട് യു ഡിനേ ജീസസ് ബൈ യുവർ ഡീഡ്സ്. നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് യേശുക്രിസ്തുവിനെ നിരാകരിക്കുകയും എന്നാൽ വാക്കുകൾ കൊണ്ട് യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അത് കംപ്ലീറ്റ്ലി ബൈബിളിന് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന് എതിരാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാനൊന്ന് അതല്ല കൂട്ടിച്ചേർത്തോട്ടെ ബ്രദറെ, എക്യു ബ്രദറെ, അതിനൊരു ഇതിനെ ചെറിയൊരു എക്യു ബ്രദറെ, ഒരു എക്യു മിനിറ്റ് ബ്രദറെ. നഹാസ് ബ്രദറെ, ഞാനും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാം. ഇത് ഒരു ഡയലോഗ് അല്ലേ പോകുന്നത്. അതായത് എക്യു ബ്രദർ പറഞ്ഞ പോയിന്റ് വാലിഡ് പോയിന്റ്. അതിലുപരിയായിട്ട് ഇസ്ലാമിന് പറ്റിയിരിക്കുന്ന വേറൊരു കാര്യം, ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇതൊരു എക്സാമ്പിളിൽ കൂടെ ഒരു അനാലോഗസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പ്രധാനമന്ത്രിയെ ഒരു കൂട്ടർ പറയും, നമുക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേണ്ട. പക്ഷെ ബൈ ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയർ വഴിയായിട്ട് പ്രധാനമന്ത്രി ആയ ആളാണ്. യേശു ക്രിസ്തു മുൻവേദങ്ങൾ മീനിങ് ബൈബിളിൽ കൃത്യം വെളിപ്പെടുത്തിയിട്ട് ദൈവപുത്രനെന്നും മനുഷ്യരക്ഷയ്ക്കായി അവതരിച്ച ആളാണെന്നും കുരിശുമരണത്തിലൂടെ രക്ഷ സാധ്യമായെന്നും കൃത്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരായിട്ടാണ് ഇസ്ലാം യേശുക്രിസ്തുവിന്റെ വെരി എക്സിസ്റ്റൻസിനെ, യേശുക്രിസ്തുവിന്റെ വെരി ബീയിങ്ങിനെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്.
നരേന്ദ്രമോദി എൻ്റെ ഒരു വലിയ സുഹൃത്താണ്. നരേന്ദ്രമോദി എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നത് എന്ന് പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷ സാധ്യമായി. ഈ വിധമായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ വെരി എക്സിസ്റ്റൻസിൻ്റെയും മിഷനെയും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഇസ്ലാമിനോടുള്ള എന്താണ് വ്യത്യാസം, വിരോധവും. നിങ്ങൾ യേശു ക്രിസ്തുവിനെ മാനിച്ചു സ്നേഹിച്ചു എന്നുള്ളതിലല്ല, യേശു ക്രിസ്തുവിൻ്റെ വെരി എക്സിസ്റ്റൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ, യേശു ക്രിസ്തുവിൻ്റെ മിഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതും കൂടിയാണ് എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് എക്യുബ്രദറിൻ്റെ ആ വാദത്തിനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോട് കൂട്ടിച്ചേർത്ത് പറയാനുണ്ടായിരുന്നത്. തുടർന്നോളൂ. അതെ അതെ, ഞാനിത് സ്ലോ ആയിട്ട് 1 by 1 അങ്ങോട്ട് തന്നെയായിരുന്നു വരുന്നത്. ഞാൻ വിളിച്ചു, പക്ഷെ നമുക്ക് ഒരു ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് അങ്ങനെ പോകാൻ ചോദിച്ചു. ഓക്കെ, നഹാസ് മൈക്ക് എടുത്തോ. ഓക്കെ ബ്രദർ, ഇപ്പോ നിങ്ങൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് നന്നായി, ആ ഒരു വ്യക്തത തന്നത് നന്നായി. അപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു എന്താണ്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം മാത്രമാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത്. അത് നിങ്ങൾക്കും ബോധ്യമാണ്. ആ വ്യക്തിത്വത്തിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടാവാനും വഴിയില്ല. നിങ്ങൾക്ക് അതിൽ പരാതി ഇല്ലെന്ന് ഇപ്പൊ പറയുകയും ചെയ്തു. അപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ആ ഇസ്ലാമിക വിഭാഗത്തിന്റെ ഇടയിൽ നിന്ന് വരുന്നില്ല. ഇനി തെറ്റായിട്ട് നിങ്ങൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ, അതായത് ബൈബിളിലൂടെ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ അത് മുസ്ലിങ്ങൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ടോ എന്നാണ് രണ്ടാമത്തെ കാര്യമായിട്ടാണ് വരുന്നത്. ഇവിടെ യേശുക്രിസ്തുവിനെ പറ്റിയിട്ട് ദൈവമായിട്ടോ ദൈവപുത്രനായിട്ടോ യേശുക്രിസ്തു എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബൈബിളിലാണെങ്കിലും വചനം തന്നാലും ഞാൻ അതൊന്ന് പരിശോധിക്കാം. പിന്നെ ഇവിടെ യേശുക്രിസ്തുവിനെ ഒരു മുഖ്യ കൽപ്പനയായിട്ട് കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 17:3 അവിടെ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് എന്താണ് അതിന്റെ എന്താണ് കോർ പോയിന്റിൽ നിന്നിട്ട് വിശ്വസിക്കുന്നത്. ആ ഒരു തരത്തിൽ യേശുക്രിസ്തുവിന്റെ അധ്യാപനം തന്നെയാണ് മുസ്ലിങ്ങൾ പിന്തുടർന്ന് പോരുന്നത്. അപ്പോൾ ആ ഒരു തരത്തിൽ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിന് വിപരീതമായിട്ട് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിന് കീഴിലാണോ നിൽക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോ മുസ്ലിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് പോയിന്റിലും മുസ്ലിങ്ങൾ യേശുക്രിസ്തുവിന്റെ അധ്യാപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. ഇനി പറ, ഈ ഒരു അധ്യാപനം നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? നിങ്ങൾ പറ. യേശുക്രിസ്തു പരിചയപ്പെടുത്തിയത് സ്വയം ദൈവമാണെന്നോ ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ അയച്ച ദൈവത്തെ എന്താണ് അറിയുക എന്നതാണ് നിത്യജീവൻ എന്നുള്ള വചനം നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരാം. എക്സലന്റ്. ഇങ്ങനെ വേണം ചോദ്യങ്ങൾ, ഇങ്ങനെ വേണം. ബ്രദറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആരാത് എന്താ പറയുന്നേ? ഞാൻ ആദ്യമേ ചോദിച്ച ഒരു അതിനകത്തോട്ട് ഒരു കൂട്ടിച്ചോറും കൂടെ ഒന്ന് ചേർക്കാം. നിങ്ങളത് കണ്ടിന്യൂറ്റി വിട്ടുപോകുന്ന വിചാരിച്ചിട്ടാണ് മുന്നോട്ട്. എന്തുവായിരുന്നു? ഞാൻ കേട്ടില്ല. അതായത് ഇപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത് അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ എത്രത്തോളം വൾഗറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളെ സംബന്ധിച്ച്, ഓക്കെ, ക്രിസ്ത്യാനിറ്റിയുടെ ആ പോയിന്റ് ഓഫ് വ്യൂല് വെച്ചിട്ട് എത്രത്തോളം വൾഗറായിട്ട് ഒരു ഒരു ജനനം മുതൽ അതിന്റെ മരണം വരെയുള്ള എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നേരെ വിപരീതമായിട്ടാണ് ഇത് ബൈബിളും ഖുറാനുമായിട്ട് പഠിപ്പിക്കുന്നത്. അതും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ സംസാരിച്ചു. സന്ദർഭോചിതമായിട്ട് നമുക്ക് അവിടെ വരുവാണെങ്കിൽ നമുക്കത് ഡെഫിനറ്റ്ലി ചെയ്യാം. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇതാ, ഈ യേശു ക്രിസ്തുവിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിക്കും. ഇത് യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യമാണ്. ഇനി യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? ഓക്കെ, യേശു ക്രിസ്തു പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിതാവിനെ ദൈവമായി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെ, ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 17:3 നിങ്ങൾ വായിച്ചു. പക്ഷെ എനിക്കറിയാലോ മുസ്ലിം സഹോദരങ്ങൾ എപ്പോഴും, ഞാൻ താങ്കൾ കുറ്റപ്പെടുത്തി പറയല്ല, ക്യാപ്സൂളും കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അവര് ഒരിക്കലും യേശുക്രിസ്തുവിന്റെ ടീച്ചിങ് അതിന്റെ ആകത്തുകയിൽ എടുക്കാതെ, ഖുറാനിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വാലും തുമ്പും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളും പൊതുവെ വാലും തുമ്പും കൊണ്ട് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ വാലും തുമ്പും കൊണ്ട് നടക്കാതെ അതിന്റെ 1 തൊട്ട് വായിക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ നഹാസ് പറയ്, ദൈവത്തെ പിതാവേ എന്ന് യേശു ക്രിസ്തു വിളിക്കാൻ പഠിപ്പിച്ചു
ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അനുസരിക്കും എന്ന് ഇവിടെ വെച്ച് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കും. ഇനി യേശുക്രിസ്തു ഒത്തിരി കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ വാക്കുകൾ കൊണ്ട് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയും, പക്ഷെ നിങ്ങൾ പ്രവർത്തികൾ കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത് ചെയ്യത്തില്ല. എക്സാമ്പിൾ 1, യേശുക്രിസ്തു പറഞ്ഞു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ അത് ചെയ്യുമോ ഇല്ലയോ? പറയൂ. ചെയ്യുമെങ്കിൽ ചെയ്യും എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. ബ്രദറെ, ഞാൻ നിങ്ങളുടെ ബൈബിള്, നിങ്ങളുടെ എഴുത്തുകളെല്ലാം ഞാൻ എന്താണ് ആധാരമാക്കിയിട്ട് സംസാരിക്കുന്നത്. ഞാൻ എന്നാ പിന്നെ ഞാൻ എഴുത്തിനെ യേശുവിന്റെ പഠിപ്പിക്കലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു പഠിപ്പിച്ചു. ഒറ്റ സെക്കൻഡ്, യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ ഒരു എന്താണ് ഒരു ആദ്യപടി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വചനം എടുത്തിട്ടായിരുന്നു. അതനുസരിച്ചിട്ട് യേശുവിനെ പിൻപറ്റുകയാണ്. അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ വചനം തന്നെ പിൻപറ്റി പോകുന്നവരാ മുസ്ലിങ്ങൾ. അങ്ങനെയാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എടുത്തത് 17:3 അല്ലേ? 17:3 കറക്റ്റ്. അതിന്റെ 1 വായിക്കാനാ ഞാൻ പറഞ്ഞത്. നേരെ 3ലേക്ക് പോയി ക്യാപ്സൂൾ ആക്കാതെ അതിന്റെ 1 തൊട്ടങ്ങ് വായിക്കാനാ ഞാൻ പറഞ്ഞത്. 3 ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ ധൈര്യമായിട്ട് നിങ്ങളും പറ, 1 ഞാനും അംഗീകരിക്കുന്നു എന്ന് പറ. എനിക്ക് ചോദിക്കാനുള്ളത് കേൾക്ക് ഇക്യു ബ്രദറെ, നിങ്ങളുടെ ബൈബിളിനല്ല ഞാൻ സാക്ഷ്യപത്രം കൊടുക്കുന്നത്. ബൈബിളിനെ അല്ല ഞാൻ ദൈവികമായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഒരു വചനം ഞാൻ ബൈബിളിൽ നിന്ന് എടുക്കാൻ കാരണം എന്താ? യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണോ അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുന്നതേ ഉള്ളൂ. ബൈബിൾ ഞാൻ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യമാണ് ചോദിച്ചത് ബ്രദറെ. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലാണ് പറഞ്ഞത്. യേശുക്രിസ്തു പഠിപ്പിക്കുന്നു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം എന്ന് യേശു പഠിപ്പിച്ചു. നിങ്ങൾ അത് അനുസരിക്കുമോ ഇല്ലയോ? ജസ്റ്റ് യെസ് ഓർ നോ, അത്രേ ഉള്ളൂ. മത്തായി 23:9 പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ, ഭൂമി ആരെയും അല്ല, കുഴപ്പമില്ല. ചിലപ്പോ നഹാസിന് അതിന് ഉത്തരവില്ലായിരിക്കും, പറയാൻ മടിയായിരിക്കും, നാണക്കേടായിരിക്കും. നമുക്ക് ആ ക്വസ്റ്റൻ അങ്ങ് വിട്ടേക്കാം. ഞാനത് ചോദിച്ചു. നിങ്ങൾ ഇടയ്ക്ക് കയറല്ലേ ബ്രദറെ? നമ്മൾ സോറി ഇടയ്ക്ക് കയറിയതല്ല, നിങ്ങൾ ടെമ്പറാവല്ല, ഇടയ്ക്ക് കയറിയതല്ല. എക്യുപ്രത്ര നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ അധ്യായത്തിന്റെ 3-ാം വാക്യം പറഞ്ഞു. ജസ്റ്റ് അതിന്റെ 1-ാം വാക്യത്തിലേക്ക് മാത്രം പോവുക. 3-ാം വാക്യം അംഗീകരിക്കുന്ന നഹാസ് ബ്രദറിന് 1-ാം വാക്യം അംഗീകരിക്കാൻ കഴിയും തത്വത്തിൽ. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ക്ഷമിക്കണേ. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. നമ്മൾ ഇത് ക്യാപ്സൂൾ ആക്കാതെ 1, 2, 3, 4, 5, 6 അങ്ങനെ ക്രമമായിട്ട് നമുക്ക് പോകാം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം യേശുവിന്റെ വാക്കുകളാണ്. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ. അതിനുശേഷം നിങ്ങൾ എക്സ്പ്ലനേഷൻ തന്നോളൂ. ഞാനത് അംഗീകരിക്കുന്ന വാക്കുകളാണ്, ഞാനത് അംഗീകരിക്കാത്ത വാക്കുകളാണ്. അംഗീകരിക്കുന്നുവെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു, അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല. ജസ്റ്റ് പറ, യേശു പഠിപ്പിച്ച ആ വാക്കുകളെ താങ്കൾ യേശുവിന്റെ പഠിപ്പിക്കലിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? പറയൂ. ഓക്കെ, നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ എടുക്കുന്നില്ല. ഇവിടെ പുത്രൻ എന്നും പിതാവെന്നും പറയുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആശയം നമുക്ക് എടുക്കാം, പക്ഷെ ഒരിക്കലും ഇത് അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല. വേണ്ട, അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട, ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള അർത്ഥം എടുത്തോ. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പിതാവാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി. ഒറ്റ സെക്കൻഡ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ എഴുത്തിനെ അല്ല, അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് ഇവിടെ ആരും കേട്ടിട്ടില്ല. നിങ്ങൾ തർക്കിക്കാൻ സമയമില്ല JCB. ഇല്ല, നിങ്ങൾ പറഞ്ഞു, നഹാസ് ബ്രദർ പറഞ്ഞു, ഞങ്ങൾ ആരും കേട്ടില്ല. ഏതെങ്കിലും അർത്ഥത്തിൽ അത് പിതാവാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് കേക്കട്ടെ. ആദ്യം നിങ്ങളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം തരുവാണ്. നിങ്ങൾ ഏതർത്ഥം, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയുന്ന അർത്ഥത്തിൽ എടുക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ലോകത്തിലെ ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുത്തോ.
ഏതെങ്കിലും അതെ. അർത്ഥത്തിൽ പിതാവാണെന്ന് നിങ്ങളൊന്ന് പറ. നിങ്ങൾ വാഗോണ്ട് പറയണം, എനിക്കൊന്ന് കേൾക്കാനാ. ഒരു 10 ഞാൻ ഈ റൂമിൽ വരുന്നതിന് 10 മിനിറ്റ് മുൻപ് ഒരു റൂമിൽ ഞാനും എക്യുപ്പും ഇതേ വിഷയം സംസാരിച്ചത് കൊണ്ടാണ് ഈ എക്യുപ്പിന്റെ ആശയം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. നിങ്ങൾ ആ വാഗോണ്ടൊന്ന് മനസ്സിലാക്കിയത് ഞാൻ പറയുന്നേ, മറുപടി എന്തിനാ പറയുന്നത്. ഇങ്ങനെ ഓടുന്നത്? നോക്ക്, നമ്മൾ പുലരി പറഞ്ഞാൽ പറഞ്ഞതുപോലെ തീർന്നില്ലേ? ഞാൻ എങ്കിലും പറയാൻ പറഞ്ഞല്ലോ, പറ്റുമോ? ഇതിനപ്പുറം എങ്ങനെയാ പുലരി പറയുന്നത്? പറഞ്ഞ പോലെ പിതാവ് എങ്കിലും പറയാൻ പുത്രൻ പറ്റുമോ? ഇല്ലില്ല, പുലരി നിങ്ങൾ അതൊന്ന് പറഞ്ഞതുപോലെ എങ്കിലും പറയാൻ വാഗോണ്ടൊന്ന് പറ്റുമോ? പറ. ഏതെങ്കിലും അതെ, ഒരു അർത്ഥത്തിൽ വാഗൊണ്ടൊന്ന് പറ. പിതാവാണെന്നൊന്ന് പറ. അതെ, എന്താണ്? യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു, ഞാൻ അത് അനുസരിക്കുന്നു. ഇത്രേ നിങ്ങൾക്കൊന്ന് അനുസരിച്ചുകൊണ്ട് പറയാവോ? അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പിതാവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നഹാസ് കൊണ്ട് പറയണം. ഒന്ന് പറഞ്ഞാ മതി, ഒന്ന് പറഞ്ഞാ മതി. എക്യുപ്പ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനത് ആ ആശയമാണ് ഞാൻ പറഞ്ഞത്. പിതാവും പുത്രനും നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, ആ ഞങ്ങൾ വാക്കുകൾ പറയുന്ന ഞാൻ ചേർത്ത് അർത്ഥത്തിൽ അർത്ഥം പിതാവ് പറയുന്നത്, ഒരു എടുക്കണ്ട. മിനിറ്റ് ജെസ്സി, നിങ്ങൾ ജെസ്സി ഒരു മിനിറ്റ്, ജെസ്സി ഒരു മിനിറ്റ്, സോറി, എക്സ്ട്രീംലി സോറി. എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ ഇവിടെ അർത്ഥം വെക്കുന്നില്ല. ഞാൻ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശു എന്താണോ പറഞ്ഞത്, അതായത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പിതാവേ എന്ന് മനസ്സിലാക്കുന്നു. 2, യേശു ക്രിസ്തു താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പഠിപ്പിക്കുന്നു, അതുകൊണ്ട് യേശു പഠിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്നുള്ള യേശുവിന്റെ അധ്യാപനത്തെ ഞാൻ സ്വീകരിക്കുന്നു. അത്രയുള്ളൂ. അല്ലാതെ ഇതിനകത്ത് എക്യുപ്പ് എന്ത് പറയുന്നു, JCB എന്ത് പറയുന്നു, ഇതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, യേശു എന്ത് പഠിപ്പിച്ചോ അത് ഞാൻ സഹൃദയ അംഗീകരിക്കുന്നു. പ്ലീസ് ഒന്ന് ഏറ്റുപറ. അതല്ലെങ്കിൽ പിന്നെ പിതാവ് 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 അതെ, പിതാവും അതിന്റെ അതേ വാക്യത്തിൽ തന്നെ യേശു അത് പുത്രനും അങ്ങനെ ഉണ്ട്. തന്നെ പറയുകയും വേണം. എനിക്കത് അങ്ങനെ കേൾക്കണം, തന്നെ അതുകൊണ്ടാ. പറയണം. അത് തന്നെ, അതൊന്ന് ആ കേൾക്കാനുള്ള കൊതി ഒരു കൊണ്ടാണ്. സെക്കൻഡ്, യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഒരു സെക്കൻഡ്. അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഒന്ന് പറയും. ഒരു മിനിറ്റ് ക്രിസ്റ്റോസ്, അത് അദ്ദേഹം ഒന്ന് പറയട്ടെ. ഇല്ല, ഞാൻ വേറെ കാര്യം പറയാം. ചാറ്റിൽ ഒരു റേഡിയോ സിറ്റി കുറച്ച് ഹദീസുകളൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ പൊന്ന് റേഡിയോ സിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഹദീസും താങ്കൾ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യണ്ട. ദയവേത് താങ്കൾ തന്നെ എടുത്തു മാറ്റുക, അല്ലെങ്കിൽ യു വിൽ കിക്ക്ഡ് ഔട്ട്. ഓക്കെ, 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 നഹാസ് ബ്രദർ ഇപ്പൊ പറയാൻ പോവാണ്, പിതാവാണെന്ന് പറയാൻ പോവാണ്. ആ പറ പറ പറ. പറയാൻ പോവുകയാണ്, പിതാവാണെന്ന് പറയാൻ പോവുകയാണ്. ആ പറ അങ്ങ് പറ. തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. ഓക്കെ, അല്ല, നിങ്ങൾ പറയാൻ പോവാ. നിങ്ങൾ സമ്മതിച്ചു എന്ന് ഞാൻ പറഞ്ഞു കുറച്ചു മുമ്പ്. എന്ത് സമ്മതിച്ചു എന്ന്? 17-1 നിങ്ങൾ സമ്മതിച്ചു, പക്ഷെ ഞങ്ങൾ എടുക്കുന്ന അർത്ഥത്തിലല്ല, നിങ്ങളത് സമ്മതിച്ചു എന്ന് പറഞ്ഞു. അതേ ആശയം കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ആശയം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ എടുക്കുമെങ്കിൽ എടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പിതാവാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. സൃഷ്ടാവെന്ന അർത്ഥത്തിൽ ദൈവത്തെ സംബോധന ചെയ്തതാണെങ്കിൽ പിതാവ് കൊണ്ട് സൃഷ്ടാവെന്ന അർത്ഥത്തിൽ, അല്ലാണ്ട് അർത്ഥത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചു എന്ന നിങ്ങളുടെ വിശ്വാസമല്ല, ആ യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ അല്ലാഹു പിതാവാണ്. അള്ളാഹു പിതാവാണെന്നല്ല, അള്ളാഹു പിന്നെ സൃഷ്ടാവാണ് എന്നാണ് നിങ്ങൾ ആ വാചനം കൊണ്ട് അർത്ഥമാക്കുന്നെങ്കിൽ നിങ്ങളോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമല്ലേ, നിങ്ങൾ എന്തെങ്കിലും അർത്ഥം എടുത്തോ. അതെ, അള്ളാഹുവിന്റെ സൃഷ്ടി തന്നെയാണ് യേശു അതല്ലല്ലോ യേശു ചോദിച്ചത്. പറഞ്ഞതുപോലെ പറയാനാണ് JCB അതെ പറയുന്നത്. അതെ അതെ യേശു പറഞ്ഞതുപോലെ താങ്കൾ പറയൂ. ദൈവം യേശുവിന്റെ പിതാവാണ് എന്ന് യേശു പറയുന്നു, നിങ്ങൾ അത് പറയൂ. വേറെന്തിനാ കുറെ ഡെക്കറേഷൻ? അതെ, അതുപോലെ അങ്ങ് പറഞ്ഞാ പോലെ, പ്രശ്നം തീർന്നില്ല. നിങ്ങള് പിടിച്ചു നിർത്തി എനിക്കിപ്പോ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇവിടെ എന്റെ ആശയം എനിക്ക് സ്വാതന്ത്ര്യത്തോടെ അവതരിപ്പിക്കാൻ കഴിയണം. അല്ലാണ്ട് നിങ്ങൾ പിടിച്ചു കിട്ടിയിട്ട് എന്നെ കൊണ്ട് നഹാസ് ബ്രദറെ, നിങ്ങളത് അംഗീകരിച്ചു, ഞങ്ങൾ പറയുന്ന ആശയത്തിലല്ല, നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇനി ഇങ്ങനെ പറയുന്നത്. JCB, ഞാൻ പറഞ്ഞല്ലോ, ആശയം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള ആശയം, നിങ്ങൾ അക്ഷരാർത്ഥത്തിലാണ് വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുത്തു, ഞാൻ സ്വാതന്ത്ര്യം തരുമല്ലേ. പിതാവായ ദൈവത്തിന് എത്ര പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അത് പിതാവാണെന്ന് പറയേ. നിങ്ങളുടെ ദൈവം പ്രകാരം പിതാവായ ദൈവത്തിന് എത്ര നഹാസ് ബ്രദറെ, ചാടിക്കളിക്കാൻ നമ്മൾ കുറെ ആയില്ലേ. ചാടാൻ ഞാൻ സമ്മതിക്കില്ല, മനസ്സിലായല്ലോ. ചാടാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദൈവം ഒച്ച വെക്കല്ലേ പ്ലീസ്. ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം പിതാവാണ് എന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. ഞാൻ അതാണ് പറഞ്ഞത്, സൃഷ്ടാവെന്ന അർത്ഥത്തിൽ. ബാക്കി വരുന്നില്ല. എന്നെ പറയാൻ അനുവദിക്ക്.
യേശുവിനെ സൃഷ്ടിച്ച സൃഷ്ടാവെന്ന അർത്ഥത്തിൽ, യേശുവിന്റെ ദൈവം എന്ന അർത്ഥത്തിൽ ആ ആണ് ബാക്കി പറയുന്നതെങ്കിൽ, ആ ആ വചനം പറയുന്നതെങ്കിൽ ഞാനത് ആ അക്സെപ്റ്റ് ചെയ്യും. അത് അല്ലാണ്ട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇല്ലില്ല, അള്ളാഹു പിതാവാണെന്ന് പറഞ്ഞില്ല. പറ്റില്ല പറ്റില്ല പറ്റില്ല, ഓടിക്കളിക്കാൻ പറ്റില്ല. പറ പറ പറ. ഞാൻ എന്തിനാ, നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ഞാനത് എന്തിനാ അംഗീകരിക്കേണ്ട ഞങ്ങൾ കാര്യം? അപ്പൊ പിന്നെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഇത് കള്ളക്കളി, ഇത് കള്ളക്കളി. മോശമാണ്, മോശമാണ്, കള്ളക്കളി, JCB കള്ളക്കളി. എന്ന് പറഞ്ഞതാ നിങ്ങളുടെ പിതാവായ ദൈവത്തിന് എത്ര പുത്രന്മാരുണ്ട്? ഇങ്ങനെ അത് ബൈബിൾ കള്ളക്കളി. പ്രകാരം ഇപ്പം പിതാവായ കുറച്ചു മുമ്പ് ദൈവത്തിന് എത്ര പുത്രന്മാരുണ്ട്? സമ്മതിച്ചു എന്ന് പറഞ്ഞതാണ്. പ്ലീസ് പ്ലീസ്, കള്ളക്കളി കാണിക്കരുത് JCB പ്ലീസ്. പറഞ്ഞതാ നിങ്ങളുടെ കള്ളക്കളി, കള്ളക്കളി. പിതാവായ നിങ്ങൾ ദൈവത്തിന് സമ്മതിച്ചു, എത്ര നിങ്ങൾ പുത്രന്മാരുണ്ട്? സമ്മതിച്ചു എന്ന് ബൈബിൾ പറഞ്ഞതാണ്. പ്രകാരം ഒരു ഉത്തരം തന്നാ മതി. എത്ര അതൊക്കെ പുത്രന്മാരുണ്ട്? അല്ല തരാമെന്ന്. ആദ്യം നിങ്ങൾ ആദ്യം അത് ഇത് പറഞ്ഞതാ, സമ്മതിച്ചു എന്ന് ഇത് പറഞ്ഞ കാര്യം പറഞ്ഞതാ. ഒന്ന് വാക്കാലെ പറ. എന്താ എല്ലാവരും എനിക്ക് ഇത് കേക്കട്ടെ, വളരെ എനിക്ക് പോയിന്റഡ് പറയാനുള്ളത് ആണ് പറഞ്ഞു. നഹാസെ. നോക്കൂ, എല്ലാവരും വളരെ കേക്കട്ടെ. പോയിന്റഡ് നഹാസ് ആണ്, ബ്രദറെ, നിങ്ങൾ വളരെ അതിനിടയ്ക്ക് പോയിന്റഡ് ആണ്. അപ്പുറത്ത് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഈ ഇതിപ്പോ തേങ്ങ ഉത്തരം ഉടക്കുന്നില്ല. പൊട്ടുമല്ലേ നിങ്ങൾ നിങ്ങൾക്ക്? തേങ്ങ ഒന്ന് ഉത്തരം ഉടക്കേ. പൊട്ടുമല്ലേ? എന്റെ ഉത്തരം നിങ്ങൾക്ക് ഇനി എത്രയൊക്കെ പ്രസ് ചെയ്താലും ഇതിനപ്പുറം എനിക്കൊരു ഉത്തരം ഇല്ല. അതെന്താ ഓക്കെ നിങ്ങൾ ഓക്കെ പറയാത്തത്? പറയാൻ നിങ്ങളല്ലേ പറ്റില്ല. ആശയം അംഗീകരിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ JCB പിന്നെ ആ ഒരു പറഞ്ഞ മിനിറ്റ്. കാര്യം എന്താ നിങ്ങൾക്ക് പറയാൻ മേലാത്തത്? ജെസി ഓക്കെ, ബ്രദർ പ്ലീസ് JCB പ്ലീസ് നമുക്കൊരു ഇത് പണി നിങ്ങളുടെ ചെയ്യാം. എഴുത്തുകളെ അല്ല JCB ജെസി അംഗീകരിച്ചത്, ബ്രദറെ ആ ഹിസ്റ്റോറിക് പേഴ്സണെയാണ് ഞാൻ അംഗീകരിച്ചത്. അശ്ശേ, ആ ഒരു ഹിസ്റ്റോറിക് മിനിറ്റ്. പേഴ്സൺ JCB പിതാവെന്നല്ലേ വിളിച്ചത്. അപ്പൊ ആ പിതാവെന്ന് നിങ്ങൾക്ക് JCB വിളിക്കാൻ അത് കുഴപ്പമില്ല എന്നല്ലേ നിങ്ങളുടെ നിങ്ങൾ പറയുന്നത്, എഴുത്തുകളല്ലേ? ഏതെങ്കിലും JCB ഒരു അർത്ഥത്തിൽ. എന്റെ സുഹൃത്തെ, അങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളൊന്ന് എഴുത്തുകളെ പറയാ. ഒരു മിനിറ്റ്. അംഗീകരിക്കുന്നില്ല. എഴുത്തല്ലാതെ വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? ഹ, അത് വേറെ JCB ഒരു സബ്ജക്റ്റ് മിനിറ്റ്. അല്ലേ. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ എന്റെ പിതാവെന്ന് പൊന്നോ, വേറെ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കാം, അല്ലാണ്ട് പോയി ഒരു രക്ഷയില്ല. ആ, എക്യുപ്പിന് മനസ്സിലായോ? അതില്ലാതെ വേറെ വഴി ഇപ്പൊ ആക്ച്വലി ഇല്ല. ആക്ച്വലി അതെ, നിങ്ങളാണ് അത് ആശയം അത് അംഗീകരിച്ചു എന്ന് സമ്മതിക്കല്ലാതെ പറഞ്ഞത്. വേറെ ഒരു വഴിയില്ല. ഇത്രയും ആ, പറഞ്ഞിട്ട് നിങ്ങളാണ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ആശയം. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ, ഓക്കെ, ഇപ്പൊ JCB അവസാനം ഇതേ ഒരൊറ്റ വഴിയുള്ളൂ. ചോദ്യത്തിന് ഓക്കെ, ഒരു ഉത്തരം എന്താ? നിങ്ങളുടെ ആ, പിതാവായ ഓക്കെ. ദൈവത്തിന് ഇനി എത്ര ഞാനൊന്ന് അല്ല, വേറെ പറഞ്ഞോട്ടെ. വിഷയത്തിലേക്ക് പുത്രന്മാരെയാണ് പോകുന്നില്ല. ഒരു ബൈബിൾ മിനിറ്റ്, ഒരു മിനിറ്റ്. JCB പരിചയപ്പെടുത്തുന്നത്? വേറെ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല കേട്ടോ. ആ വേറെ വേറെ വിഷയത്തിലോട്ട് സ്ട്രോമാൻ പോകുന്നില്ല. അടിക്കണ്ട, ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. JCB ഒരു നിങ്ങളാണ് ഇവിടെ സ്ട്രോമാനും ഇല്ല. പറഞ്ഞത്. നിങ്ങൾ ദൈവം നിങ്ങളെ പിതാവാണെങ്കിൽ ആ ദാണ്ടെ ദൈവപുത്രനിൽ നിന്ന് സംസാരിക്കാൻ നാസർ ഒന്ന് മ്യൂട്ട് സമ്മതിക്കേ. ചെയ്യും, നാസർ ഒന്ന് മ്യൂട്ട് ചെയ്യും, അദ്ദേഹം ഒന്ന് ബൈബിൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. നാസർ പരിചയപ്പെടുത്തുന്ന ഒന്ന് മ്യൂട്ട് വ്യക്തിത്വങ്ങൾ ചെയ്യും, എത്രയാണെന്ന് പറഞ്ഞു ഒന്ന് തന്നാൽ മ്യൂട്ട് മതി. ചെയ്യും, അദ്ദേഹം ആ, പറയും ഓക്കെ ഒന്ന് ഓക്കെ. മ്യൂട്ട് ചെയ്യും പ്ലീസ് വഴിയുള്ള പ്ലീസ് കാടും പ്ലീസ്. കുഴപ്പമൊന്നും ഇപ്പൊ അതിന് തള്ളാൻ എനിക്ക് സമയമില്ല. ഞാൻ പറയട്ടെ, ഇതൊരു ചെറിയ കേക്ക്. ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത് ബൈബിളിൽ അക്ഷരനാകല്ലേ സംസാരിക്കാൻ പ്ലീസ് സമ്മതിക്കുന്നു, പ്ലീസ് പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. സംസാരിക്കാൻ സമ്മതിക്കുന്ന ബ്രദറെ, ആസ്പദരെ ഞാൻ നമ്മൾ എത്ര ഇറങ്ങുവാണ് കാലമായി കേട്ടോ. സംസാരിക്കുന്നു. ഓക്കെ, ശരി, ഒന്ന് ഇറങ്ങുവാണ്. ആ, അതിന് എനിക്ക് എന്റെ ആ, ചോദ്യത്തിന് ഒരു നഹാസ് ആ, ഉത്തരം ഓക്കെ ഇതാണ്. ഓക്കെ, ഞാനൊന്ന് ജെസി പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, ജെസി ഒരു മിനിറ്റ്. നഹാസ് ഉത്തരവുണ്ടോ? ഇത് മുമ്പേ ഉത്തരവുണ്ടോ ഞാൻ JCB? പറഞ്ഞ നഹാസ് ഇത് ശരിയായ ഒരു കാര്യമല്ല. നഹാസ് ഒരു മെച്ചുവർ പേഴ്സൺ അല്ലേ? എനിക്ക് എന്റെ ആരെങ്കിലും ബ്രദറെ, എന്തെങ്കിലും ഒരു കാര്യം പുള്ളിക്ക് ഇവിടെ ഞാൻ അതിനപ്പുറത്തേക്ക് പോവാം, പോവാൻ അത് ശരിയായ പറ്റില്ല എന്ന് കാര്യമല്ല കേട്ടോ. വിട്ടുപിടി ക്രിസ്റ്റോസ് ബ്രദറെ. എന്തിനാ? ആ, ഓക്കെ ഓക്കെ, ഞാനേ ഞാനൊന്ന് അല്ല, ബൈബിൾ ശ്രദ്ധിച്ചോ. ഒരു മിനിറ്റ്. പ്രകാരം പിതാവായ ഞാനൊന്ന് ദൈവത്തിന് ഞാനൊന്ന് എടുക്കട്ടെ. എത്ര നഹാസ് പുത്രന്മാരുണ്ട്? പോകുന്നതിന് മുമ്പ് JCB ഒരു പണി ചെയ്യും. എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് താ. നഹാസിനെ ഒരു മിനിറ്റ് എനിക്ക് താ. ബ്രദറെ, അല്ല ഞാൻ ഈ ഒരു അല്ല, നിങ്ങൾ ചോദ്യം പൊക്കോ, മാത്രം. കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ടു. എനിക്കൊന്ന് ജെന്റിലിന് ഏതാണ്ട് താങ്കളോട് സംസാരിക്കാനുണ്ട്. ഞാൻ ഒറ്റ ഇതൊന്ന് സെക്കൻഡ്. കേട്ടെ. ഇല്ല, ആരും കേൾക്കാൻ ഓക്കെ, സമയമില്ല ബ്രദറെ. ഇതിനൊരു ഉത്തരം പറയാൻ പറ്റുമോ? പിതാവായ അതിനു മുമ്പ് ദൈവത്തിന് എന്റെ എത്ര ഞാൻ പോയിന്റ് തരാം. പുത്രന്മാരുണ്ട്? ഞാൻ ഒരു മിനിറ്റ്. വെക്കട്ടെ. ബൈബിൾ ഞാൻ അതിന് പ്രകാരം ഉത്തരം തരാം. അതിന് ഉത്തരം എന്റെ തരാം. പോയിന്റ് നഹാസ് വെക്കാതെ ചോദിക്കുന്ന ഞാൻ ചോദ്യത്തിന് ഇനി ഒരു വേറെ ജെസി സ്ട്രോമാൻ ഒന്നും ഇപ്പൊ ഞാൻ എന്റെ പോയിന്റ് ജെസി വെച്ചിട്ടാ വരാം. അത് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചാടുന്നത്, എനിക്കറിയാം. അതെ അതെ, ജെസി അല്ല, ഞാൻ പറയുവാണ്. നഹാസ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം തരാം. പക്ഷെ അതിനു മുമ്പ് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊന്ന് സൈഡ് ആവട്ടെ. എന്നിട്ട് പറ്റുവാണെങ്കിൽ താങ്കൾ പറഞ്ഞു താങ്കള് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ പറഞ്ഞത് അനുസരിക്കും. യേശുക്രിസ്തു പറഞ്ഞു ദൈവം പിതാവാണ്. ഇത് യേശുവിന്റെ വാക്കുകളാണ്. താങ്കൾ ഇവിടെ പറയുന്നു, താങ്കൾ ഇവിടെ ഏറ്റുപറയൂ, യേശുക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുക. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനോടെ തരാം. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വാക്യം വായിക്കുക. താങ്കൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇത് യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ വേണ്ട, ഞാനും ഒരു എക്സ്പ്ലനേഷൻ നടത്തുന്നില്ല. 17-ാമത്തെ അധ്യായം 1, 2, 3, 4, 5 എത്ര വേണേലും താങ്കൾ വായിച്ചോ, ഒരു കുഴപ്പമില്ല. സമയമില്ലെങ്കിൽ ചുരുങ്ങിയത് 1, 2 വായിക്കുക. എന്നിട്ട് പറയുക യേശുവിന്റെ ഈ വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്തെന്നാൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. പ്ലീസ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു. വേറെ ഒന്നുമില്ല. ഞങ്ങള് ഒരാശയവും വെക്കുന്നില്ല, ഞാനും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, JCB ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ജെന്റിൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വാക്യം വായിക്കുക. 3-ാമത്തെയും വായിച്ചോ, 4ഉം 5ഉം വേണമെങ്കിൽ വായിച്ചോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് താങ്കൾ ഒന്ന് പറഞ്ഞാൽ മതി യേശുവിന്റെ ഈ വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് താങ്കൾ ഒന്ന് പറയാം. ഇനി അത് ഒരു പോരാ, ഓപ്ഷൻ തരാം. പിതാവാണെന്ന് പറയാൻ വേണം. അത് പറ്റത്തില്ല, പിതാവാണെന്ന് പറയണം.
അതാ പറഞ്ഞേ വായിക്കാന്ന് പറഞ്ഞാൽ അത് അതാണല്ലോ, കൊണ്ട് എനിക്ക് പിതാവാണ്. കേൾക്കണം, മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ അതിനെ ആശയതലത്തിൽ അംഗീകരിക്കുന്നു, അത് പറ്റില്ല. ഒരാശയതലവും ഇല്ല JCB, ഇവിടെ ഒരാശയതലവും ഇല്ല. ഓക്കെ യേശു ഓക്കെ. ക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു, ഞാൻ അത് വിശ്വസിക്കുന്നു. അത്രയും പറയണം. പറഞ്ഞോളൂ, നിങ്ങൾക്കുള്ള അവസരമാണ് നഹാസെ. ബ്രദറെ, ഞാൻ ആ വാക്യം വായിക്കൂ, ഒറ്റ എന്നിട്ട് പറയൂ, സെക്കൻഡ് ഞാൻ അതിൽ ഒറ്റ സെക്കൻഡ് വിശ്വസിക്കുന്നു. ബ്രദറെ, അക്ഷമനാവരുത്, പറയുന്നത് കേൾക്ക്. ഞാൻ പലവട്ടം പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ ഈ യേശു എന്ന ഹിസ്റ്റോറിക് പേഴ്സണെയാണ്. ആ പേഴ്സണെ അറിയാൻ ഞാൻ ഉപയോഗിച്ച സ്രോതസ് നിങ്ങളുടെ ബൈബിൾ അല്ല. എനിക്ക് ആ ബൈബിളിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഗാന്ധിജിയെ കുറിച്ചിട്ട് അറിയാൻ ഗാന്ധിജിയുടെ ആത്മകഥയുണ്ട്. ഞാനേ ഇടപെടുവല്ല, ഞാൻ ഇടപെടുവല്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്നതിന്റെ മണ്ടത്തരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നോട് യോഹന്നാന്റെ സുവിശേഷം 17:3 പറഞ്ഞുകൊണ്ട് വന്നത് നിങ്ങളാണ്. അത് ബൈബിൾ അല്ലേ? അത് ബൈബിൾ അല്ലേ? കേറുന്നില്ലല്ലോ. നിങ്ങളൊരു ക്ഷമയോടെ ഇരിക്കും, ഒരു മിനിറ്റ് എങ്കിലും. അല്ല, എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയൂ. സുഹൃത്തെ, ഞാനത് അല്ലല്ല, ഒരു മിനിറ്റ്, എല്ലാരും ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. വേറെ ആരും ഇടപെടില്ല, ഞാൻ നഹാസുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം എന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് നഹാസാണ്. ഓക്കെ, എന്നിട്ട് താങ്കൾ പറയൂ, ഞാൻ പഠിക്കാൻ എടുക്കുന്നത് യേശുവിന്റെ വാക്കുകളെ പഠിക്കാൻ എടുക്കുന്നത് ബൈബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം കൊണ്ടുവന്നത് ആരാണ്? നഹാസ് ആണ് എന്റെ മുമ്പിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോ ഞാൻ അതിന്റെ 1 തൊട്ട് വായിക്കാൻ പറഞ്ഞപ്പോ താങ്കൾ പറയാണ് എനിക്ക് ബൈബിളൊന്നും അറിയത്തേ ഇല്ല. എന്തുവാ നഹാസ് ഇത്? എന്തുവാ ഇത്? ഒറ്റ സെക്കൻഡ് എന്തായാലും എനിക്കിപ്പോ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ കൊണ്ടുവന്ന വചനം, അവിടെ യേശു ക്രിസ്തു താനല്ല ദൈവമെന്നും തനിക്കൊരു ദൈവമുണ്ടെന്നും അത് ഏക ദൈവമാണെന്നും പറയുന്നു. അവിടെ പറയുന്നത് കാണിച്ചു, താനല്ല ദൈവം എന്ന് പറയുന്ന വാക്യം ഒന്ന് കാണിച്ചു തന്നെ. അതൊക്കെ കയ്യിന്ന് അല്ല, അതൊന്ന് ആ വാക്യം ഒന്ന് കാണിച്ചു തന്നെ. ഞാനല്ല ദൈവം എന്ന് പറയുന്ന ഒരു വാക്യം ഒന്ന് കാണിച്ചു വേറെ വഴിക്ക് കൊണ്ടുപോകണ്ട. പുള്ളി പിതാവാണെന്ന് പറയട്ടെന്ന്. പിതാവാണെന്ന് ആദ്യം പറയും, ബാക്കിയൊക്കെ പിന്നെ. ബാക്കിയൊക്കെ നിങ്ങൾ ഈ നൂറ്റാണ്ട് മുഴുവൻ സംസാരിച്ചോ. നിങ്ങൾ ആദ്യം ആ സന്ദർഭത്തിൽ ഞങ്ങൾ പറയാത്ത പ്ലീസ് നഹാസ് ബ്രദറെ, നിങ്ങൾ അനുകൂലിച്ച ഒരു കാര്യമാണ്. എനിക്ക് മനസ്സിലായി. നിങ്ങളെന്നാ പറ, ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾക്ക് പിതാവ് എന്ന് വിളിക്കാം എന്നൊന്ന് പറ. സമയത്ത് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ? ഞാൻ ബഹളം വെക്കുന്നില്ലല്ലോ, ഞാൻ പണ്ടേ ബഹളം വെക്കാം. അതാണ് മറുപടി വേണ്ടേ? നിങ്ങൾ പറ, നിങ്ങളുടെ ഭാഗം എനിക്കൊന്ന് കേൾക്കണം. അതിനാണ് ദൈവമായ നിന്നെയും ഏക സത്യദൈവമായ എന്നെയും എന്നല്ല, ഏക സത്യദൈവമായ നിന്നെയും. നിന്നെ എന്ന് പറഞ്ഞാലും മറ്റൊരു അസ്തിത്വത്തിലേക്ക് തുറന്നു പറ. ഏക സത്യമായ നിന്നെയും എന്ന് പറഞ്ഞാൽ പിതാവിനെയും അങ്ങനെ പറയൂ. സത്യപിതാവെന്നല്ല പറയുന്നത്, ഏക സത്യ നിങ്ങളോട് പറയാനാണ് പറഞ്ഞത്. നിങ്ങൾ അംഗീകരിച്ച കാര്യം നിങ്ങൾ അവങ്ങളോട് പറയാനാണ് പറയുന്നത്. ഞാൻ കാണുന്നുണ്ടല്ലോ, അതല്ലേ ഞാൻ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്നെ. എനിക്ക് നാസ്മദനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു മിനിറ്റ്, ജെന്റിലെ തരുവാണേ. ഒരു മിനിറ്റ്, ജെന്റിലെ തരുവാ. സി, ഒരു മിനിറ്റ് പിതാവ് പറയുവോ? ഒരു മിനിറ്റ് ഇന്നെങ്ങാനും ദൈവം പിതാവാണെന്ന് പറയുവോ? ജെസി ഒരു മിനിറ്റ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ കേട്ടോ, 17:3 നിന്നെയും എന്ന് പറഞ്ഞത് പിതാവിനെ അല്ല എന്ന്. അതുകൊണ്ടാണ് പിതാവ് എങ്ങനെ അവിടെ നിൽക്കുന്ന? അതല്ലേ ചോദ്യം. ഒരു മിനിറ്റ് കേട്ടെ, ഇവിടെ വ്യക്തമായി ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ അംഗീകരിച്ച കാര്യമല്ല ഇത്. നിങ്ങൾ പറഞ്ഞു ക്രിസ്ത്യാനികൾ പറയുന്ന അർത്ഥത്തിലല്ല, ആ വേറെ ഏതോ ഒരർത്ഥത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ശരി, ഞാൻ കേട്ടു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളുടെ ദൈവം ഏതോ അർത്ഥത്തിലല്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, സൃഷ്ടാവെന്ന അർത്ഥത്തിൽ. പിതാവാണെന്ന് പറഞ്ഞില്ല, പിതാവാണെന്ന് പറഞ്ഞു, പലവട്ടം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല, ആരും കേട്ടിട്ടില്ല. ഒന്നുകൂടെ പറ. കേൾക്കാത്ത എന്റെ കുറ്റം. ഇല്ല, ഒന്നുകൂടെ പറ. ആരും കേട്ടിട്ടില്ല, നിങ്ങൾ ഒന്നുകൂടെ പറയൂ. അതെ, പിതാവെന്നത് സൃഷ്ടാവെന്ന അർത്ഥത്തിലാണെങ്കിൽ, ദൈവമെന്ന അർത്ഥത്തിലാണെങ്കിൽ
ആ ആശയത്തോട്, ആ വചനത്തിന്റെ ആശയത്തോട് ഞാൻ എന്താണ് അല്ലാഹു ഓക്കെയാണ്. ഞാൻ പിതാവാണെന്ന് പറ. ഞാൻ അങ്ങനെയാണെങ്കിൽ അല്ലാഹു എടുക്കുന്നുണ്ട്. പിതാവാണ് എന്ന് നിങ്ങൾ പറ. ഇതെന്താണ് നിങ്ങളുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങാനല്ല ഞാൻ പക്ഷെ വന്നത്. നിങ്ങളല്ലേ ഞാൻ ആശയം ഞാൻ അംഗീകരിക്കുന്നത്, മനസ്സിലാക്കിയത് പറയാൻ നിങ്ങളുടെ വേണ്ടിയിട്ടാണ്. ദൈവം അള്ളാഹു ആണെന്ന് നിങ്ങൾ JCB പറയുന്നു. അതൊക്കെ വേറെ. അല്ല, എന്നെ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറഞ്ഞു നോക്കണ്ട. നടക്കുന്നത് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് ദൈവമാണ് കേൾക്കാൻ അള്ളാഹു എന്ന്. പറ്റുമെങ്കിൽ എനിക്കുള്ള ഉത്തരങ്ങൾ, എന്റെ അഭിപ്രായങ്ങൾ ഇത് നിങ്ങൾ കേൾക്കാനാണ് JCB ക്ക് ബന്ധിപ്പിക്കുന്നില്ല, അതാണ് താല്പര്യമെങ്കിൽ ഞാൻ പ്രശ്നം. പറയാൻ തയ്യാറാണ്. പിതാവിനെ അള്ളാഹുവിനെ നിങ്ങൾ അല്ലാണ്ട് ബന്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഇത് താല്പര്യങ്ങൾ ഓഡിയൻസ് അടിച്ചേൽപ്പിക്കാനാണെങ്കിൽ കാണണം. നോ ടൈം ബ്രോ, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓക്കെ, അല്ല ആ എക്യുപ്പിന് JCB എന്തെങ്കിലും ഒരു പറയാനുണ്ടോ? മിനിറ്റ്, അല്ല ഒരു ഇത് എനിക്കൊരു ഒരു മിനിറ്റ് തന്നിട്ട് പോകും. എനിക്ക് ആശയവും കാര്യങ്ങളും ഒന്നും വേണ്ട. ഓക്കെ, അത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്തു. എനിക്ക് ഇത്രയും മതി. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം ഇവിടെ കൊണ്ടുവന്നത് താങ്കളാണ്. മൂന്നാമത്തെ വാക്യം. എന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതിന്റെ 1 തൊട്ട് വായിച്ചിട്ട് നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കാം. യേശു പറഞ്ഞ വാക്യം ഒന്ന് വായിക്കാം. എന്നിട്ട് ആദ്യം ഒരു 3-ന്റെ കേട്ടെ, ഞാൻ നിങ്ങളൊന്ന് കൊണ്ടുവന്നതിന് കേട്ടെ. ഒരു മറുപടി പറഞ്ഞിട്ട് ഒരു ചോദിക്കുക മിനിറ്റ്. എക്യുപ്പെ. ഓക്കെ, അത് ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി കഴിഞ്ഞിട്ടല്ലേ രണ്ടാമത്തെ ചോദ്യം. ഇത്രയേ ഉള്ളൂ. എന്റെ ഒരൊറ്റ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു തന്റെ വാമൊഴിയാൽ പറഞ്ഞ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതായത് ദൈവത്തെ പിതാവേ എന്ന് യേശു വിളിച്ചിരിക്കുന്നു. യേശു തന്നെത്താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും പറയണ്ട. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും വായിച്ചിട്ട്, 17-ാമത്തെ അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും വാക്യം വായിച്ചിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിരിക്കുന്നത് ഞാൻ അതുപോലെ വിശ്വസിക്കുന്നു, ഞാൻ അതുപോലെ എടുത്തിരിക്കുന്നു. അത് ഏതർത്ഥത്തിലായാലും എനിക്ക് കുഴപ്പമില്ല. സൃഷ്ടാവോ എന്തോ ആയിക്കോട്ടെ, യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു. ഇത് യേശു പറഞ്ഞിരിക്കയാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത് അംഗീകരിക്കുന്നു. ഇത്രയൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അതെന്റെ ഒരു സ്വപ്നമാണ് നഹാസ്. അത് വായിച്ച് കേട്ടേച്ച് ആ ആയത്ത് 1ഉം 2ഉം ഇനി താങ്കളുടെ ഇഷ്ടപ്പെട്ട 3-ാമത്തെ വാക്യം കൂടെ വായിച്ചോ. എന്നിട്ട് അതിന്റെ കാരണം 3 കൂടെ പറ. ആയത്തും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഈ 3 ആയത്തും കൂടെ ചേർത്ത് വായിച്ചിട്ട് താങ്കൾ പറയാ യേശു പഠിപ്പിച്ച ഈ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് താങ്കൾ പൊക്കോളോ. അല്ല, താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ താങ്കൾ അടുത്ത ചോദ്യവും ചോദിച്ചോളൂ. പക്ഷെ ഇതിന് ആൻസർ തരാതെ നിങ്ങൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടാൻ വേറെ ഒന്നും നിങ്ങൾ നോക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എനിക്കിതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. നിങ്ങളുടെ ഓപ്ഷൻ എന്താണ്? അല്ലെങ്കിൽ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ ഞാൻ എക്യുപ്പെ, ഇതിൽ ഇവിടെ വിശ്വസിക്കുന്നില്ല, ആരാണ് രക്ഷപ്പെടുന്നത്? അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തോളൂ. എക്യുപ്പെ, ഇവിടെ ആരാണ് രക്ഷപ്പെടുന്നത്? നഹാസ് ആണ് രക്ഷപ്പെടുന്നത്. ഞാൻ എങ്ങനെയാണ് ഞാൻ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്ന അല്ല ഞാൻ അല്ല പറയാം അല്ല ഒരു നവാസെ. മിനിറ്റ് ഞാൻ പോവാ, അതെ ക്രിസ്റ്റോസ് എടുക്കല്ലേ, നമ്മുടെ ഞാൻ സമയം പോവാ. ഒരു മിനിറ്റ് ഇതാണ് പറയുന്നത്. ക്രിസ്റ്റോസ് ബ്രദർ, വേറെ ആരും എൻഗേജ് ആവല്ലേ. നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ട് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, യേശു പഠിപ്പിച്ച ഈ വാക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുന്നില്ല. അതല്ല, നിങ്ങൾ വായിക്കാതെ നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയാണ്. അത്രേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, നിങ്ങൾ രക്ഷപ്പെടുവോ രക്ഷപ്പെടാതിരിക്കുവോ അതൊന്നും നമ്മുടെ വിഷയമല്ല. പറ്റുമെങ്കിൽ ഈ വാക്യം വായിച്ച് യേശു പഠിപ്പിച്ചതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു വാക്കൊന്ന് പറ. സ്വപ്നമാണ് ഞങ്ങളുടെ. പറ. എന്റെ സുഹൃത്തെ, ഇനിയെങ്കിലും മനസ്സിലാക്കും. ഞാനിത് എത്രാമത്തെ പ്രാവശ്യം എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ ബൈബിളിനെ സത്യപ്പെടുത്തുന്നതല്ല, ബൈബിളിലെ എഴുത്തുകളെ വിശ്വസിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ആ വ്യക്തിത്വത്തെ, അതൊരു ഹിസ്റ്റോറിക് പേഴ്സൺ ആണ്. അതിന് കൃത്യമായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അറിവുണ്ട്, ഒരു ഈ സ്രോതസ്സുണ്ട്. ആ 17-ന്റെ സ്രോതസ്സിലാണ് 3 ഞാൻ ആ എങ്ങനെയാ ഈ പിന്നെ നഹാസ് 17-ന്റെ 1-ലും കൊണ്ടുവന്നത്? 2-ലും വല്ലതും നടക്കുമോ? പൊന്നോ, നടക്കുമെങ്കിൽ നടക്കുമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. 17-ന്റെ 1ഉം 2ഉം നിങ്ങൾ ഇതെന്താ വായിച്ച് യെസ് എന്ന് പറയുമോ, നോ കൊച്ചു എന്ന് നഴ്സറി പറയുമോ, ഓർ കുഞ്ഞുങ്ങളെ ഐ പോലെ ഡോണ്ട് നോ പിണങ്ങല്ലേ എന്ന് പറയുമോ? എക്യുപ്പെ? ഇത് തന്നെ നഹാസ് എനിക്ക് നഴ്സറി ഇവിടെ വേറെ കുഞ്ഞുങ്ങളെ പറയുന്നത്. ഒന്നുമില്ല പോലെ ബ്രദറെ. പിണങ്ങരുത്. അല്ല, നിങ്ങൾക്ക് ഇവിടെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഞാൻ എന്റെ ചോദ്യം 17-ന്റെ 1ഉം 2ഉം ആണ്. സഹോദരങ്ങളെ, അതിനകത്ത് വല്ലതും ഒരു നടക്കുമോ? സെക്കൻഡ്, ഇത് എന്ത് നിർബന്ധ ബുദ്ധിയാണ് സുഹൃത്തെ? ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞു. ആ ഒരു ഒന്നാം സെക്കൻഡ്, വചനത്തിന്റെ ആശയം ഞാൻ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു ആശയമല്ല, സെക്കൻഡ്, പക്ഷെ ആ യേശു എഴുത്ത് ഒരു പഠിപ്പിച്ച സെക്കൻഡ്, കാര്യം നിങ്ങൾ ഏറ്റു പറയുമോ എന്ന് എന്റെ ചോദിച്ചേ. പൊന്നു സുഹൃത്ത്, അത് നിങ്ങൾക്കല്ലേ ആ എഴുത്ത് ഒരു സെക്കൻഡ്, മുഖ്യമായിട്ട് വരുന്നത്. നിങ്ങളല്ലേ ആ ഒരു എഴുത്തിൽ സെക്കൻഡ്, വിശ്വസിക്കുന്നത്. അതെ, ഞങ്ങൾക്കാണ് ഒരു സെക്കൻഡ് യേശു നഹാസ്. അത് പഠിപ്പിച്ചത്. ആ, നിങ്ങൾ വിശ്വസിച്ചോളൂ, അതിൽ എനിക്കെന്താ ഓക്കെ, അപ്പൊ പ്രശ്നം? നിങ്ങൾ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചോളൂ, വിശ്വസിക്കുന്നില്ല. ഞാൻ അത് ഓക്കെ, വിശ്വസിക്കണം. അപ്പൊ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നില്ല. എനിക്ക് ദാറ്റ്സ് ഓക്കെ, ഗുഡ്. ഇതാ ഞങ്ങൾ പറഞ്ഞു എന്റെ തരാൻ ആഗ്രഹിച്ചത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ എക്കി ബ്രദറെ, യേശുവിനെ അപ്പൊ ഓക്കെ വിശ്വസിക്കുന്നില്ല. ഇത്രേ ഓക്കെ ഉള്ളൂ. ഇനി ഞാൻ ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് നിങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, അതായത് നമ്മുടെ വിശ്വാസത്തെ നിങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. അതിന്റെ ലോജിക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എക്യു എന്റെ ബ്രദറിന്റെ സമ്മതം വേണോ ഒരു നമുക്ക് മിനിറ്റ്, അങ്ങനെ ഈ ബിജു ബ്രദർ വിശ്വസിക്കാൻ? ഏതാണ്ട് ബ്രദർ പറയുന്നുണ്ടായിരുന്നു. ഒരു ഹീസ് മിനിറ്റ് ഗോയിങ് ബ്രദർ, ഈ സംവെയർ. ഇത് ബിജു ശരി. ക്രിസ്റ്റോസ് ഏതാണ്ട് പറയുന്നുണ്ടായിരുന്നു.
ഒരു മിനിറ്റ്, ഞാൻ അവരെ ഒന്ന് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഈ ബിജുവും ക്രിസ്റ്റോസ് ഏതാണ്ട് പറയുന്നുണ്ടായിരുന്നു. അവര് ഓരോരോ അല്ല, ഞാൻ ഒറ്റ ഒന്ന് സെക്കൻഡ്. പറയാം. അതായത് ഇദ്ദേഹമാണ് ഈ 17:3 ആർഗ്യുമെന്റ് ഇവിടെ കൊണ്ടുവന്നത്. ആ വാക്യം അദ്ദേഹം അതുപോലെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, ആ വാക്യത്തെ അതുപോലെ എടുക്കാൻ കഴിയുന്ന നഹാസിന് എന്തുകൊണ്ട് ആ ചാപ്റ്ററിന്റെ 17:1-2 എടുക്കാൻ കഴിയുന്നില്ല? അതൊരു ഇരട്ടത്താപ്പല്ലേ, ഒരു ഇരട്ട നീതിയല്ലേ ആ കാണിക്കുന്നത്? അത് ശരിയല്ല. താങ്കൾ അതിന്റെ അല്ല 17:3 താങ്കൾ അംഗീകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും 1-2 താങ്കൾ അംഗീകരിച്ചിരിക്കണം. 1-2 അംഗീകരിക്കാത്ത താങ്കൾക്ക് ഒരിക്കലും 3 വാക്യത്തെ എടുക്കാൻ കഴിയില്ല. ഞങ്ങൾ ഓക്കെ, എന്റെ ക്യാപ്സൂൾ മാത്രമേ ആർഗ്യുമെന്റ്. എടുക്കത്തുള്ളൂ. ഞങ്ങൾ ഓൺലി ക്യാപ്സൂൾസ്. അല്ല, ഞാൻ ആ ബൈബിളിലെ യോഹന്നാന്റെ 17:3 അംഗീകരിച്ചു എന്നാരാ പറഞ്ഞത്? പിന്നെ താങ്കൾ എന്തിനാ അത് കൊണ്ടുവന്നേ? അംഗീകരിക്കാത്ത ഇവിടെ ഒരു ആർഗ്യുമെന്റ് നിങ്ങളുടെ താങ്കൾ പുസ്തകത്തിൽ മാത്രമേ ഈ നഹാസെ ആശയം, നഹാസ് അല്ല അത് നിങ്ങളുടെ അംഗീകരിക്കുന്നില്ല. പുസ്തകത്തിൽ മാത്രമേ സമ്മതിച്ചു. ഈ ആശയം ഉള്ളൂ നഹാസ് എന്നാണോ? ബ്രദർ അങ്ങനെ നഹാസ് ബ്രദർ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, എനിക്കല്ലേ നഹാസ് ബ്രദർ തെറ്റ് നിക്കേ ഒരു പറ്റിയത് ബ്രോ. സെക്കൻഡ്. നഹാസ് ബ്രദർ അംഗീകരിക്കുന്നില്ല, സമ്മതിച്ചു. നഹാസ് ബ്രദർ 17:3 അംഗീകരിക്കുന്നില്ല. പിന്നെ താങ്കൾ എന്തിനാണ് താങ്കൾ അംഗീകരിക്കാത്ത ഒരു ആർഗ്യുമെന്റ്, ഒരു വാക്യം, എവിഡൻസ് താങ്കൾ കൊണ്ടുവന്നത് എന്തിനാ? പറയൂ. എന്റെ സുഹൃത്തെ, ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17:3 അടക്കമുള്ള സകലതും നിരാകരിക്കുകയാണ്. ആ നിരാകരിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷെ പറയുന്നത്. നിരാകരിച്ചത് ഞാൻ എന്തിനാ താങ്കൾ അംഗീകരിക്കുന്ന അത് സോഴ്സ് കൊണ്ടുവന്നേ? തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഒരു ഓ മിനിറ്റ് ക്രിസ്റ്റോസ്, ഇത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ യേശുവിനെ നിരാകരിക്കുന്നു, യേശുവിന്റെ പഠിപ്പിക്കൽ നിരാകരിക്കുന്നു എന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇതെന്താണ് ഇത് ഇത്? ഇത് എത്ര നിങ്ങൾ പേരാണ്? ഇതിന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾ യേശുവിന്റെ പഠിപ്പിക്കലിനെ ഞങ്ങൾ നിരാകരിക്കുന്നു എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞുകൂടെ? ഇത് തന്നെ ഞങ്ങൾ ഇനി നിങ്ങളോട് ഇനി ഒരു പറഞ്ഞത്. കാര്യം നിങ്ങൾ ഇനി എനിക്ക് യേശുവിന്റെ പറഞ്ഞ ഒരു കാര്യം, ഒറ്റ പഠിപ്പിക്കലിനെ കാര്യം ഒരു കാര്യം കൂടെ. അംഗീകരിക്കുന്നവരല്ല. എന്താണ് നിങ്ങൾ ഒരു കാര്യം യേശുവിന്റെ കൂടെ. ഇവിടെ ഞാൻ പഠിപ്പിക്കലിനെ ഒറ്റ കാര്യം കൂടെ. നിരാകരിക്കുന്നവരാണ്. ഒറ്റ കാര്യം കൂടെ. നഹാസ് ബ്രദറിന് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കല് ഈ ഇപ്പം താങ്കൾ പറയുന്നല്ലോ, അത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ താങ്കൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. എനിക്കുള്ള അടുത്ത ചോദ്യം, ഈ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കല് താങ്കൾക്ക് പിന്നെ വേറെ എവിടെയാണ് കാണാൻ കഴിയുക? ഈ പറയുന്ന ടെക്സ്റ്റോ അല്ലെങ്കിൽ താങ്കൾക്ക് ഇത് എവിടെയാ വേറെ കാണാൻ പറ്റുന്നത്? ഖുറാനിലുണ്ടോ അതോ വേറെ എവിടെയെങ്കിലും ഖുർആനിലുണ്ടല്ലോ ഉണ്ടോ? ഇതേ ആശയം. താങ്കൾ എവിടുന്ന ഈ ആശയം മനസ്സിലാക്കുന്നേ? ഖുർആനിലുണ്ട്. എവിടെ? യേശു ക്രിസ്തുവിന്റെ ഉപദേശം താങ്കളൊന്ന് പറയൂ. യേശു ക്രിസ്തുവിന്റെ ഉപദേശമല്ല ഇതേ ആശയം. ഈസാ നബി, അതായത് ആ ഒരു വ്യക്തി പറഞ്ഞതായിട്ട് ആശയമല്ല ചോദിച്ചേ, ഖുർആൻ പറയുന്നുണ്ട്. ആശയമല്ല ഒരു ചോദിച്ചേ, സെക്കൻഡ്, ഉപദേശം. പിന്നെ സെക്കൻഡ് എന്താണ് ക്രിസ്റ്റോസ് ചോദിച്ചത്? ബ്രദറെ, എനിക്ക് ഞാൻ ഒറ്റ ക്രിസ്റ്റോസ് സെക്കൻഡ് ബ്രദറെ, ഒറ്റ സെക്കൻഡ് ബ്രദറെ, ബ്രദർ പല പ്രാവശ്യം പറയുന്നത് കേട്ടു, നഹാസ് ബ്രദർ പല പ്രാവശ്യം പറയുന്നത് കേട്ടു, ഈ ഹിസ്റ്റോറിക് യേശുക്രിസ്തു എന്ന് പറയുന്ന ഹിസ്റ്റോറിക് പേഴ്സന്റെ ചരിത്രം പഠിക്കാൻ വേദപുസ്തകമല്ല താങ്കൾ ഉപയോഗിച്ചതെന്ന് പല പ്രാവശ്യം പറയുന്നത് കേട്ടു. അപ്പൊ ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന, ഞാൻ ഈസയുടെ കാര്യമല്ല, യേശുക്രിസ്തു എന്ന് പറയുന്ന ഹിസ്റ്റോറിക് പേഴ്സന്റെ ഈ ചരിത്രം പഠിക്കുവാനായിട്ട് താങ്കൾ ഏത് റെഫറൻസുകളാണ് ഉപയോഗിച്ചതെന്ന് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈസയുടെ ചരിത്രത്തിലേക്ക് പോവാം. ഈ നിങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ ഈ 3 മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതിന് മുമ്പ് നടന്ന ചർച്ചയിൽ പറഞ്ഞതുപോലെ യൂദാ കെട്ടിഞ്ഞാന്ന് ചത്തു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഈ റെഫറൻസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് മുമ്പോട്ട് പോകുന്നത് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. ഒന്ന് റെഫറൻസ് പറഞ്ഞു തരാമോ? ഏതൊക്കെയാണ് താങ്കളുടെ റെഫറൻസ് ബുക്കുകൾ എന്നൊന്ന് പറഞ്ഞു തരാമോ? ഞാനും ബിജു ബ്രദറും ചോദിച്ച ചോദ്യം ഒറ്റ ചോദ്യമാണ്. താങ്കൾ ബൈബിളിനെ അവലംബമാക്കുന്നില്ല. താങ്കൾ മറ്റെന്തോ പുസ്തകത്തെ ആണ്, അല്ലെങ്കിൽ മറ്റെന്തോത്തിൽ നിന്നാണ് താങ്കൾ പഠിച്ചിരിക്കുന്നത്. അത് ഏതാണെന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൂടെ മനസ്സിലാക്കാൻ സൗകര്യമുണ്ട്. ദയവായിട്ട് നഹാസ് ബ്രദർ, താങ്കൾ എവിടുന്നാണ് യേശുക്രിസ്തുവിന്റെ ആശയം പഠിച്ചതെന്നൊന്ന് പറഞ്ഞു തന്ന വളരെ ഉപകാരം. ഇനിയിപ്പോ ബൈബിളിലല്ലാത്ത വേറെ ഏതെങ്കിലും യേശു ആണോ എവിടെയായാലും ഇവര് കുഴപ്പമില്ല, പറയുന്നത്? എവിടെയായാലും കുഴപ്പമില്ല ജിരിയൻ ബ്രദർ. ഈ ഹിസ്റ്റോറിക്കലായിട്ട് യേശുക്രിസ്തുവിനെ ബൈബിളിന് പുറത്ത് എവിടെ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ആ ഇതൊന്ന് അറിഞ്ഞാൽ അത് വളരെ ഉപകാരമാണ്. എനിക്കത് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ. സോറി, ഇത് ഞാൻ ചർച്ചയെ വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ടല്ല, പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. മാത്രമല്ല നമ്മളെ വഴിമാറി പോകുന്നില്ല. മൂന്നാമത്തെ അത് ഇത് ക്രക്സ് ആണ്. ഇദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് എവിഡൻസ് എവിടെ ഇല്ല, വഴി മാറിയിട്ടില്ല. കറക്റ്റ് വഴി തന്നെയാണ്, യഥാർത്ഥ വഴി തന്നെയാണ്, എങ്ങും പോയിട്ടില്ല. ആ ചരിത്രപുരുഷനായ യേശുക്രിസ്തുവിന്റെ ചരിത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ബൈബിൾ അല്ലാതെ. നഹാസ് ബ്രോ പറ. നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ്, കാരണം വന്നപ്പോൾ തൊട്ട് പറയാനാണ് ചരിത്രപുരുഷൻ നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഈ ബൈബിളിലല്ലാതെ വേറെ എവിടെയാണ് ആ ചരിത്ര ഭാഗങ്ങൾ ശരിയാ, കിടക്കുന്നത്? പുള്ളി പറയട്ടെ, ഒരു മിനിറ്റ് പുള്ളി പറയട്ടെ. മൈക്ക് മ്യൂട്ടാ.
ജെന്റിൽ ബ്രദറെ എടുക്കൂ. ആ എന്താ ഞാൻ യേശുവിന്റെ ചരിത്രം പഠിപ്പിച്ചത് ഖുർആനിൽ നിന്നാണ്. എക്സ്പ്ലെയിൻ മീ. അല്ല, യേശുവിന്റെ ചരിത്രമാണോ താങ്കൾ പഠിച്ചത്, ഈസയുടെ ചരിത്രമാണോ പഠിച്ചത്? അത് രണ്ടും ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ എന്റെ അറിവ്, അല്ലെങ്കിൽ എന്റെ എന്റെ വിശ്വാസം. അഭിപ്രായത്തിൽ ശരി ശരി അല്ല, ശരി അത് ശരി. അത് ഈസ ഈസ അത് ഈസ ഈസ ബോധ്യപ്പെടുത്തേണ്ട ജനിച്ചത് കാര്യമില്ല സുഹൃത്തെ. ഈസ അല്ല, കാര്യമുണ്ട്. എനിക്ക് നിങ്ങൾ ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് എന്തിനാ വെച്ചത് കൊണ്ട്. നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ബിജുവേ ഒരു മിനിറ്റ്. ഓക്കെ, നഹാസെ, ആ, അള്ളാഹ്ക്ക് ആരാണ്? എത്ര പേരുണ്ട് നിങ്ങളുടെ കണക്കില്? എന്റെ കാരണം സുഹൃത്തെ, പലരും ഞാൻ പല നമ്പറുകൾ പറയാറുണ്ട്, വഴിമാറി അതുകൊണ്ട് ചോദിച്ചു. പോകാൻ എനിക്ക് ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, വഴിമാറിപ്പോകാൻ സാധ്യമല്ല. എക്യൂബിനോട് വഴി ഞാനൊരു മാറി ചോദ്യം പോകൂല, ചോദിച്ചിട്ടുണ്ട് വചനം ഇട്ടിട്ട്. അല്ല ജെന്റില, വഴി ഒറ്റ മാറി സെക്കൻഡ്. പോകൂല. ഈ ഇപ്പൊ ഈ ടോപ്പിക്കിൽ തന്നെ സ്റ്റിക്ക് എങ്കിലും ചെയ്യും. എങ്കിലും ഞാൻ എനിക്കൊരു ഉത്തരം താ. യോഹന്നാന്റെ 17:3 എടുത്തു നഹാസെ, വെച്ചിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു ഉത്തരം ഉണ്ടോ ജെന്റിലെ? എന്നാ പിന്നെ ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതിനുശേഷം. അതിന്റെ ഉത്തരമാണ് നഹാസെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആ അതിൽ തന്നെ, ആ അധ്യായത്തിൽ തന്നെ 1-2 വാക്യങ്ങൾ ഒന്നും രണ്ടും താങ്കളോട് അത് ഞാൻ വായിക്കാൻ എത്ര പറഞ്ഞു. പ്രാവശ്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ തുടങ്ങുന്നത് വേഴ്സ് 3 നിന്നല്ല. ഒന്ന് വായിക്കൂ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാ മതി. അതിനകത്ത് ഉത്തരം കിടക്കുന്നുണ്ട്. എന്റെ യേശുവിന്റെ സുഹൃത്തെ, നിങ്ങൾ ആ പിതാവാണ് ഉത്തരം ഒന്ന് പറഞ്ഞതാ. ദൈവമെന്നും ഞാനൊരു ദൈവത്തിന്റെ ചോദ്യമായിട്ട് പുത്രനാണ് ചോദിച്ചതല്ലേ. യേശു എന്നും. ഓക്കെ, അപ്പൊ താങ്കൾ എന്തായാലും യേശുവിന്റെ പഠിപ്പിക്കലിനെ അംഗീകരിക്കുന്നില്ല. ഓക്കെ, സമ്മതിച്ചു. ഉം. പിന്നെ വേറെന്തോ ഡിസ്കഷൻ എന്തുവാ? ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ നിങ്ങൾ അല്ല, എക്യൂബ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ബ്രദറെ, ആ പിന്നെ 3 വചനങ്ങൾ വായിച്ചിട്ട് ആ യേശുവാണ് ദൈവം എന്നുള്ളതെന്ന് പറഞ്ഞതാ. നഹാസെ ഇതുവരെയായിട്ട് അതല്ലല്ലോ ഇവിടെ പറഞ്ഞ ചർച്ച ഒന്നും വിഷയം. മനസ്സിലായില്ലേ? ഈ 1-2 അംഗീകരിക്കാത്ത നഹാസ് എങ്ങനെയാണ് ഈ 3-ലോട്ട് മാത്രം ഡയറക്റ്റ് കയറി പോകുന്നത്? അതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. അല്ല, ആ എഴുത്തൊന്ന്, നിങ്ങളുടെ വിശ്വാസവും ഓക്കെ വാദവും വേറൊന്ന്. അതുകൊണ്ടാണ് ഓക്കെ. ഞാൻ ഇത് ഒരു അംഗീകരിക്കാത്തത്. മിനിറ്റ് ബ്രദറെ, ഒരു മിനിറ്റ്. ബൈബിളിലെ വചനം ഞാൻ അംഗീകരിക്കാത്തതിന് എനിക്ക് റീസൺ ഉണ്ട്. ഓക്കെ നിങ്ങളുടെ ഓക്കെ, വിശ്വാസവും ഞാനത് ആ എടുക്കാം. എഴുത്തുകളും തമ്മിൽ അടുത്തൊരു യോജിച്ച് 3 പോകുന്നില്ല. മിനിറ്റ്. അതാണ് പ്രശ്നം. ഒറ്റ സെക്കൻഡ്. ഈ ബൈബിളിന്റെ വചനം അംഗീകരിക്കാത്ത താങ്കൾ എന്തുകൊണ്ടാണ് ബൈബിളിൽ നിന്ന് തന്നെ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നേ? താങ്കൾ ആ ബൈബിളിലെ ആ വിശ്വസിക്കുന്നിടത്തുനിന്ന് കൊണ്ടുവരൂ. എഴുത്തുകൾക്ക് വിപരീതമായിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾ കൊണ്ടു അതെ നടക്കുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നത്, വാദിക്കുന്നുമുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ ലോജിക്കല്ലേ? താങ്കൾ 3-ാമത്തെ വാക്യം അംഗീകരിക്കുന്നത്, ഇനി ബൈബിളെ താങ്കൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ താങ്കളുടെ ആർഗ്യുമെന്റ് കൊണ്ടുവരാൻ താങ്കൾ കൊണ്ടുവന്ന വാക്യം അതാണ്. ആ എഴുത്ത് നിങ്ങൾ ഇതൊരു എടുത്താൽ മതി. വിരോധാഭാസം എനിക്ക് ബൈബിളിലെ മനസ്സിലാവുന്നില്ല. എഴുത്തുകൾ ഞാനൊന്ന് നിങ്ങൾ എടുത്താൽ മതി. സംസാരിച്ചോട്ടെ ഏക സത്യ നഹാസിനോട്? ദൈവം, യേശു പഠിപ്പിച്ചത് ഏക സത്യ ദൈവത്തെ ഞാനൊന്ന് അറിയാനാണ്. അത് നഹാസിനോട് നിന്നേന്ന് സംസാരിച്ചോട്ടെ? പറയുമ്പോൾ നഹാസെ, അത് യേശു എന്നോട് അല്ലാന്ന് അവിടെ സംസാരിക്കാൻ തയ്യാറാണോ? അർത്ഥമാവുന്നുണ്ട്. നഹാസെ, അങ്ങനെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തയ്യാറാണോ? ജെന്റിലെ, ഞാൻ ജെന്റിലിനോടല്ലേ ഈ ചോദ്യം ചോദിച്ചത്. ജെന്റിലല്ലേ മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. എന്നോട് ചോദ്യം ചോദിച്ചില്ല. എന്താ ചോദ്യം പറ. ആ, യോഹന്നാന്റെ സുവിശേഷം 17:3 ആ, യേശു ക്രിസ്തുവിനെ ദൈവമാക്കുന്നത് സംഭവം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറയുന്നത് ഓക്കെ. യേശു ക്രിസ്തുവിന്റെ ഒരു ദൈവം ഉണ്ടെന്ന്, അത് ഏക സത്യ ദൈവമാണെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആണോ? ഏക സത്യ ദൈവമല്ല എന്നും യേശു തന്നെ ദൈവമാണെന്നും ഈ വചനം കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. ഓക്കെ, ഞാൻ തെളിയിച്ചു തന്നാൽ നഹാസ് എന്ത് ചെയ്യും? തെളിയിച്ചു തന്നാൽ എന്താ ചെയ്യാ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ? ഞാൻ നഹാസ് പോവാന്ന് പറയും പറഞ്ഞു പോകും, ഇത്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നഹാസ് പറയും ഇത് ബൈബിളാണ്, ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്ര തന്നെ നഹാസ് പറഞ്ഞതല്ലേ? എന്റെ ഇത് സുഹൃത്തെ, നിങ്ങളുടെ നിങ്ങൾ പറ. വിശ്വാസമാണ്. നഹാസ് പറഞ്ഞത് അതാണല്ലോ. ഇത്രയും നേരം അല്ല, ഈ നഹാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെയിറ്റ് എഴുതി ചെയ്യും നഹാസ്. വെച്ചിരിക്കുന്ന നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വായിച്ചതിനപ്പുറം ഞാൻ ഒന്നും. മൈക്ക് എടുത്തത്. നിങ്ങൾ ആ, പറഞ്ഞു ഓക്കെ. കഴിഞ്ഞിട്ടാണ്, ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ മൈക്ക് എടുത്തത്. നഹാസ് ഇത്രയും നേരം ഇവിടെ സംസാരിച്ചപ്പോൾ നഹാസ് പറഞ്ഞത് ഇത് എന്റെ വിശ്വാസമല്ല. 1000 പ്രാവശ്യം JCB വെക്കിപ്പോൾ മാറി മാറി ചോദിച്ചു, യേശു നിങ്ങൾക്ക് പിതാവാണ്, യേശു പിതാവ് എന്ന് വിളിച്ചതുപോലെ ദൈവം നിങ്ങൾക്ക് പിതാവാണോ? അല്ലാ അബ്, അല്ലാ അബ്, അബ്ബ എന്ന് പറയാൻ അല്ലാഹ് റഹീം, അല്ലാഹ് എല്ലാം ഉണ്ട്. അല്ലാഹു ഖൈറുൽ മാക്രീൻ, അല്ലാഹ്. പക്ഷെ അല്ലാഹ് അബ്ബയാന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു അതെന്റെ വിശ്വാസമല്ല, നിങ്ങളുടെ വിശ്വാസമാണ്. അപ്പം ഞാൻ ഈ ബൈബിള് വായിച്ച് ഇത് തെളിയിച്ചാലും നഹാസ് അവസാനം എന്ത് പറയും? ഇത് എന്റെ വിശ്വാസമല്ല, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുകയല്ലേ ഉള്ളൂ. ഞങ്ങളുടെ പ്രെഡിക്ഷൻ ഒക്കെ വിശ്വാസത്തിൽ നിർത്തിയിട്ട് ജെന്റിൽ ഉത്തരം പറ.
ഇന്ന് പ്രഡിക്ഷൻ നഹാസ് എന്ത് നടത്തണ്ട, ചെയ്യുമെന്ന് ഉത്തരം പറ. പറ. ഇന്ന് നഹാസ് എന്ത് ഞാൻ ചെയ്യുമെന്ന് പറ. ഞാൻ വായിച്ചതിനപ്പുറം പ്രഡിക്റ്റ് ഒന്നും നിങ്ങൾക്ക് തരാനില്ലല്ലോ. തരാനുണ്ട്. ഇത് നഹാസിന്റെ പ്രഡിക്ഷൻ അല്ലേ? ഇപ്പൊ പറഞ്ഞ നഹാസിന്റെ ബോബി ഒരു പ്രഡിക്ഷൻ മിനിറ്റ്, അല്ലേ? അല്ല, ബോബി ഒരു ഞാൻ മിനിറ്റ്, ബോബി ഒരു കൃത്യമായിട്ട് മിനിറ്റ്, അല്ല ബോബി ജെന്റിൽ ഒരു വായിച്ചതാണ്. ബ്രദറെ, മിനിറ്റ്. ഞാൻ നഹാസിന് വചനം പ്രഡിക്റ്റ് ചെയ്യാം. വായിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ആ നഹാസിന് വചനത്തെ പ്രഡിക്റ്റ് വെയിറ്റ് ചെയ്യാം. തള്ളേണ്ടി ചെയ്യൂ വരും. ബോയ് ബ്രദറെ, എന്തുകൊണ്ട് പ്ലീസ് ജെന്റിലിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല? ഒന്ന് വെയിറ്റ് അല്ല, ചെയ്യൂ പ്ലീസ്. ഒരിക്കലും ഇല്ല. നഹാസെ, ഒരിക്കലും ഇല്ല സുഹൃത്തെ. നമുക്ക് ഞാൻ സംസാരിക്കാം. നഹാസ് വായിച്ചതിനപ്പുറം വെയിറ്റ് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് നഹാസെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നഹാസിനോട് ആ ഞാൻ വചനത്തെ ചോദിക്കുകയാണ്. തള്ളുകയല്ലാതെ വേറെ വഴിയില്ല. ആ പറഞ്ഞോ പറഞ്ഞോ. നഹാസെ വചനത്തെ തള്ളുന്നില്ല. ഞാൻ വചനത്തിൽ നിന്ന് യേശു ദൈവമാണെന്ന് പ്രൂവ് ചെയ്താൽ നഹാസ് ഇത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണെന്ന് പറയോ, അതോ ഞാൻ ഇതിനെ അംഗീകരിക്കുന്നു എന്ന് പറയോ? ആ നിങ്ങളുടെ എന്താണ് നിങ്ങൾ തരുന്ന ആ മറുപടി അതുപോലെ ആ ഇരിക്കും. ഓക്കെ, ഞാൻ അത് പെർട്ടിക്കുലർലി പ്രൂവ് ചെയ്യാണ്. നമ്മൾ യേശുക്രിസ്തു ദൈവമാണെന്ന് ഈ വാക്യങ്ങളിൽ 17-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ തെളിയിച്ചു തന്നാൽ നിങ്ങളത് അംഗീകരിക്കും എന്ന് തന്നെയാണോ നിങ്ങൾ പറഞ്ഞത്? എന്റെ സുഹൃത്തെ, 17-3 എനിക്ക് തെളിയിച്ചു തരണം. 17-3 അവിടെ നിൽക്കുമ്പോഴും ബാക്കി വേറെ എന്ത് വചനത്തിന് എക്സ്പ്ലനേഷൻ തന്നിട്ടും കാര്യമില്ല. 17-3 തരാം. 17-3 നിന്ന് തരാം. 17-3 മുമ്പ് 1ഉം 2ഉം, 3 താഴെ 4ഉം 5ഉം ഉണ്ട്. അത് മറക്കരുത്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നഹാസിന് ഞാൻ ഈ വാക്യം വായിച്ച് നഹാസിന് ഉത്തരം കൊടുക്കാൻ പോവുകയാണ്. നഹാസിന് ഇത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്ന് പറയരുത്, ഇത് നഹാസിൻ്റെയും കൂടെ വിശ്വാസമാണോ എന്നും കൂടെ എനിക്കറിയണം. നഹാസ് ഇത് അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നും കൂടെ എനിക്കറിയണം. എങ്കിൽ ഈ വാക്യങ്ങൾ സത്യമാണെന്ന് നഹാസ് അംഗീകരിക്കുന്നുവെങ്കിൽ 17-3 സത്യമാണെന്ന് അംഗീകരിക്കുന്നത് പോലെ 17-1ഉം 2ഉം 2ഉം 4ഉം 5ഉം സത്യമാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ സത്യവചനം വായിച്ച് ഉത്തരം തരാം. അതല്ല, നിങ്ങളിത് സത്യമാണെന്ന് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഉത്തരവും തികച്ചും ആവശ്യമില്ലാത്തതാണ്. താങ്കൾ ഇത് സത്യമാണെന്ന് അംഗീകരിക്കുന്നു? പറയുന്നുണ്ടല്ലോ യേശു ദൈവമല്ല എന്നാണ് അതിൽ താങ്കൾ കാണുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. താങ്കൾ ആ ഇത് വചനം ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അംഗീകരിക്കുന്നു? ഈ 17-ാം അധ്യായം മുഴുവൻ സത്യമാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നു? അല്ല, ഞാൻ 17-ാം അധ്യായം എന്ന് പറഞ്ഞു. 17-3 എന്നല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. 17-3 നിങ്ങൾ മാത്രമേ എന്തിനാ? സത്യമുള്ളൂ? 1ഉം 2ഉം 4ഉം എനിക്ക് 5ഉം അതാണ് അറിയേണ്ടത്. നുണയാണ്. ചോദ്യം, അത് നിങ്ങളുടെ പറഞ്ഞുതരാം. വാദത്തിനും പക്ഷേ വിശ്വാസത്തിനും എതിരാണ് ആ ചോദ്യം വചനം. കേൾക്കൂ. എനിക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ ആണ് നഹാസെ, വേണ്ടത്. ഈ വചനത്തെ നിങ്ങൾ തള്ളിക്കളയാൻ ചോദിച്ചതിന് ഉത്തരം കാരണം എന്ത്? പറ. അക്ഷമനാകല്ലേ നഹാസ്, അക്ഷമനാകരുത് പ്ലീസ്. ബോയ് ബ്രദർ, ഒരു മിനിറ്റ്, നമുക്ക് കൂൾ ഡൗൺ പ്ലീസ്. നഹാസെ, ചോദിച്ചതിന് ഉത്തരം പറ. 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം മാത്രമേ സത്യമുള്ളൂ, 1ഉം 2ഉം 4ഉം 5ഉം തെറ്റാണോ? ബൈബിള് മൊത്തത്തിൽ തന്നെ ശരിയായിക്കോട്ടെ ബ്രദറെ. എനിക്ക് ഈ വചനത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് വേണ്ടത്. ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയൂ. അപ്പൊ നഹാസ്, ഞാൻ ഈ ഞാൻ ബൈബിളിൽ പറഞ്ഞല്ലോ, 17-ാം ബൈബിള് മുഴുവൻ അധ്യായം തന്നെ വായിച്ചു ശരിയായിക്കോട്ടെ. കഴിഞ്ഞാൽ എനിക്ക് അത് സത്യം ആയിക്കോട്ടെ എന്നല്ല, ആണോ അല്ലയോ? എന്താണോ അല്ലയോ എന്ന് ബൈബിൾ സത്യമാണോ അല്ലയോ? ഇത് ഞാൻ ഒരു ചെറിയൊരു ഒരൊറ്റ വചനം എടുത്തിട്ട് നഹാസ്, അതിന്റെ ഇല്ല എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചത്. നഹാസെ, അല്ല, നഹാസിനോട് ഇത് ചോദിക്കേണ്ട ആവശ്യം വരാൻ കാരണം നഹാസ് പറഞ്ഞു ഇത് നിങ്ങളുടെ വിശ്വാസമാണെന്ന്. നേരത്തെ അബ്ബ, അബ്ബ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങളത് ഒഴിഞ്ഞു മാറി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് നഹാസിന്റെ വിശ്വാസമാണോ അതോ ക്രൈസ്തവരുടെ വിശ്വാസം എന്ന് പറഞ്ഞ് തള്ളുവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ സുഹൃത്തെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്ര എന്ത് പ്രാവശ്യം പറഞ്ഞു? പറഞ്ഞു. ജെന്റില് അല്ല, ജെന്റിലല്ല, 17-3 ജെന്റില്. മാത്രമാണോ ശരി? 17-1 മുതൽ നിങ്ങൾ താഴത്തേക്കുള്ള വാക്യങ്ങൾ തെറ്റാണോ? നിങ്ങൾ ഈ 17-3 തള്ളുന്നില്ലെങ്കിൽ ആ 17-3 സത്യപ്പെടുത്തിയിട്ട് ബൈബിളിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നാൽ മതി. ഇനി ഇതിനപ്പുറം എനിക്ക് താങ്ക് യു സോ യാതൊന്നും മച്ച്. പറയാനില്ല. മതി. അപ്പൊ ബൈബിളിൽ തെളിവ് കൊണ്ടുവന്ന് ഞങ്ങൾ തെളിയിച്ചാൽ താങ്കൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കും, ശരിയല്ലേ? ഈ ആശയം ഈ യോഹന്നാന്റെ 17-3 ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ തെളിയിക്കണം. ആ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ Absolutely. പാടില്ല. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, വെയിറ്റ് ചെയ്യേ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് തന്നെ തെളിയിക്കും. പോരെ? ആയിക്കോട്ടെ, തെളിയിക്കൂ ബ്രദറെ. അംഗീകരിക്കുവോ? ആ അംഗീകരിക്കുവോ? പിന്നെന്താ, തെളിയിച്ചാൽ തെളിയിക്കാൻ അംഗീകരിക്കുവോ? പറ്റുമെങ്കിൽ പിന്നെന്താ. ഓക്കെ, എനിക്കങ്ങനെ താങ്ക് യു സോ നിർബന്ധ മച്ച്. ബുദ്ധിയൊന്നും ഇല്ലാതെ. ആരുടെങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഓക്കെ, ആരുടെങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടോ?
ഒന്ന് ഉണ്ട് 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 ഉണ്ട്. യോഹന്നാന്റെ എത്ര സുവിശേഷം ബൈബിൾ വേണം? എത്ര 17-ാം ബൈബിൾ അധ്യായം വേണം? ഉണ്ട്. വെയിറ്റ് ചെയ്യ്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നിർത്താതെ വായിക്കണേ. വായിച്ചോളൂ. വായിക്കാം വായിക്കാം. 17:1 മുതൽ 8 വരെ. അതെ. റൈറ്റ്. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ ഒരു മിനിറ്റ് മഹത്വപ്പെടുത്തേണ്ടതിന് ശ്രദ്ധിക്കണമേ. പുത്രനെ യേശുക്രിസ്തു മഹത്വപ്പെടുത്തേണമേ. പറയുകയാണ് നാഴിക വന്നിരിക്കുന്നു. ദ ടൈം ഹാസ് കം. ഒരു ആർഗ്യുമെന്റ് ആണ് യേശു ക്രിസ്തുവിന് സമയം അറിയത്തില്ല എന്നതാണ്. യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ളതിന് ഇവർ കൊണ്ടുവന്നിരുന്ന പല കാര്യങ്ങളും. അവർ പറയായിരുന്നു യേശു ക്രിസ്തുവിന് ദൈവമായിരുന്നെങ്കിൽ നാളും നാഴികയും അറിയത്തില്ലേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇവിടെ ആ ആർഗ്യുമെന്റ് നാം ഇവിടെ ഡിസ്പ്രൂവ് ചെയ്യാണ്. യേശു ക്രിസ്തുവിന് നാഴിക അറിയാമായിരുന്നു. യേശു ക്രിസ്തു പിതാവിനോട് പറയുകയാണ് ഇതാ നാഴിക വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു ആർഗ്യുമെന്റ് യേശു ക്രിസ്തു കാലവും കാലഗതികളെക്കുറിച്ചും അറിയുന്നവനാണെന്നും നാഴിക എപ്പോഴാണെന്ന് അറിയുന്നവനുമായതുകൊണ്ട് ഒരു പ്രൂഫ് യേശു ക്രിസ്തു നാഴിക അറിയുന്ന ദൈവമാണ്. വായിച്ചു അടുത്തത്. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് മതി, ഒരു അധികാരം മിനിറ്റ്. നൽകിയിരിക്കുന്നുവല്ലോ. ഇവിടെ നിത്യജീവൻ കൊടുക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു. യേശു ക്രിസ്തു. നിത്യജീവൻ കൊടുക്കാൻ അധികാരമുള്ളത് ക്രിസ്തുവാണെന്ന് ഈ 2-ാമത്തെ വാക്യം കാണിക്കുന്നു. നിത്യജീവൻ കൊടുക്കാൻ അർഹൻ ദൈവം മാത്രം. അതുകൊണ്ട് ഇവിടെ നിത്യജീവൻ കൊടുക്കുന്ന ദൈവമായി ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. വായിച്ചു. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാണ്. അതായത് ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുന്നത് നിത്യജീവനാണെങ്കിൽ നഹാസ് പറഞ്ഞ 3-ാമത്തെ അധ്യായത്തിൽ ഇരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്ന, ദൈവത്തെക്കുറിച്ച് അറിയുന്നത് നിത്യജീവന് ആധാരമാകിയാൽ ക്രിസ്തു ദൈവമാണെന്ന്, നിത്യജീവന്റെ സ്രോതസ്സാണെന്ന്, യേശു ക്രിസ്തുവിനെ അറിയുന്നവർ നിത്യജീവൻ അവകാശമാക്കുന്നുവെന്ന് ഇതിനാൽ തെളിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് 1-ാം വാക്യത്തിലും 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും തെളിവ് തന്നിരിക്കുകയാണ്. 4 വായിച്ചു. ഞാൻ ഭൂമിയിൽ അല്ലല്ല നിന്നെ അല്ലല്ല മഹത്വപ്പെടുത്തി, ഒറ്റ സെക്കൻഡ് നഹാസ് ഒറ്റ നീ സെക്കൻഡ് വെയിറ്റ് എനിക്ക് ഒറ്റ സെക്കൻഡ് ചെയ്യുവാൻ കഴിഞ്ഞോ? തന്ന പറഞ്ഞ് പ്രവൃത്തി തെളിവ് കഴിഞ്ഞിട്ട് നഹാസ് തെളിവ് തികച്ചിരിക്കുന്നു. തന്നാ കഴിഞ്ഞോ? നഹാസ് വെയിറ്റ് ചെയ്യും. ജെന്റിലെക്സ് ഇല്ല, തെളിവ് തന്നു ഇല്ല കഴിഞ്ഞോ? ഇല്ല ഇല്ല നഹാസ് കഴിഞ്ഞിട്ടില്ലേ? കഴിഞ്ഞിട്ടില്ല. നഹാസ് വെയിറ്റ് അപ്പൊ ചെയ്യും. നഹാസ് ഇതുവരെ ബ്രദർ, നിങ്ങൾ തെളിഞ്ഞിട്ടില്ല. മ്യൂട്ട് ചെയ്യൂ. നഹാസ് ബ്രദർ, അല്ല പ്ലീസ് നഹാസ് ഇതുവരെ പ്ലീസ്, വെയിറ്റ് നിങ്ങൾ ചെയ്യും. തെളിഞ്ഞിട്ടില്ല, അതറിഞ്ഞാ അക്ഷമനാകരുത്. മതി. ഇതുവരെ നിങ്ങൾ തെളിഞ്ഞിട്ടില്ല. അക്ഷമന ഗോ നിങ്ങൾ ഹെഡ്. അത് നഹാസ് ഒക്കെ അക്ഷമനാകരുത്. തീരുമാനിക്കും. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. നഹാസ് ബ്രദർ ഓക്കെ വായിച്ചു. അക്ഷമനാകരുത്. പ്ലീസ് പ്ലീസ് 4 പ്ലീസ്. വായിക്കേ. 4 വായിച്ചു. ഞാനൊന്ന് തീർത്തോട്ടെ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഓക്കെ, നീ ലോകത്തിൽ നഹാസ് എനിക്ക് ഇതിന് മതിയോ? ഉത്തരം തരണം. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവിന്, യേശു ക്രിസ്തുവാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തുവിന് മഹത്വം ഉണ്ടായിരുന്നുവെന്ന് ക്രിസ്തു ഇവിടെ പറയുകയാണ്. ക്രിസ്തുവിന് ലോകമുണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന മഹത്വം എന്താണ്? യേശു ക്രിസ്തുവിന് ലോകമുണ്ടാകുന്നതിന് മുമ്പേയുള്ള മഹത്വം എന്താണ്? ദൈവത്തിന് മാത്രമേ സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അസ്തിത്വം ഉണ്ടായിരുന്നുള്ളൂ, നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ, മഹത്വം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ് എനിക്ക് ലോകസ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്ന മഹത്വം, അതായത് എൻ്റെ മാനുഷികമായ ഇവിടുത്തെ പ്രവൃത്തി തികച്ചു കഴിഞ്ഞിരിക്കിയാൽ തിരിച്ച് ആ മഹത്വത്തിലേക്ക് എന്നെ ചേർക്കണമേ എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് മഹത്വമുള്ളവനായിരുന്നു ക്രിസ്തുവെന്ന് ക്രിസ്തു തന്റെ വാക്കാൽ ഈ 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ തെളിയിക്കുകയാണ്. വായിച്ചോ ബ്രദറെ. കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 6-ാം വാക്യം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക്
ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഓക്കെ, ഈ വചനം, ദൈവവചനം കേട്ടവർ ക്രിസ്തു ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ 5 പോയിന്റ്സ് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തു. ക്രിസ്തു ദൈവമാണ് എന്ന് 17 യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 6 വാക്യങ്ങളിൽ നിന്ന്. ഇനി നഹാസിനെ റെഫ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എനിക്കൊരു മിനിറ്റ് ഒന്ന് തന്നെ. താങ്ക് യു ജെന്റിൽ ബ്രദറെ, ബ്യൂട്ടിഫുള്ളി യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. എനിക്കൊരു 2 മിനിറ്റ്, അതിനുശേഷം പിന്നെ ഞാൻ ഇറങ്ങും, അതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു, ബട്ട് ഐ ഹാവ് ടു ലീവ്. ഓക്കെ, നഹാസെ മൈക്ക് എടുത്തോ. ഓക്കെ. ജെന്റിൽ ബ്രദറെ, ബൈബിള് 17 അധ്യായം എനിക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. അതിന് താങ്കൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, വെല്ലുവിളി നടത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 17:3 യേശു ക്രിസ്തു നിന്നെ എന്ന് പറഞ്ഞ് മറ്റൊരു അസ്തിത്വത്തെ, ഏക സത്യ ദൈവം, ഒരേ ഒരു ദൈവത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ആ ദൈവത്തെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നും പറയുന്നുണ്ട്. അപ്പോ നഹാസ് ആ ആ വാക്യം ഒന്ന് വായിച്ചേ, ഒറ്റ 3-ാം അല്ല, വാക്യം ഒന്ന് വായിച്ചേ. ജെന്റിലെ ഒരു മിനിറ്റ്, ജെന്റിലെ അദ്ദേഹം പറഞ്ഞു തീരട്ടെ. നമുക്കത് സോറി. ഇല്ല, വെറുതെ അദ്ദേഹം പറയുന്നത് തെറ്റാണ്. അദ്ദേഹം പറയുന്നത് തെറ്റാണ്. ആ അല്ല, നമുക്ക് വാക്യം ചെയ്യാം. തെറ്റായിട്ടാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ. അല്ല, നഹാസില്ല, നഹാസ് ഒരു ആർഗ്യുമെന്റ് വെക്കുമ്പോ അത് ക്ലിയർ ആയിരിക്കണം. അപ്പൊ നഹാസ് ഇപ്പൊ വായിച്ച വാക്യം തെറ്റാണ്. അതൊന്ന് ക്ലിയർ ആയിട്ട് ആരെങ്കിലും വായിച്ചിട്ട് ഒരാള് ആർഗ്യുമെന്റ് വെച്ചാൽ ഈ നമുക്കൊരു ഈ കുഴപ്പമില്ല, ഈ ശ്രദ്ധിക്കാം. വാക്യം ഒന്നിവിടെ ഞാൻ കോപ്പി പേസ്റ്റ് വായിക്കാം. ചെയ്യാവോ? ഞാൻ പെട്ടെന്ന് വായിക്കാം. അല്ല എനിക്ക് ഐ വോണ്ട് ഇറ്റ് എനിക്ക് കോപ്പി ആക്ച്വലി പേസ്റ്റഡ് പോകാനുണ്ട്, പ്ലീസ്. അതിനു മുമ്പ് ഒന്ന് സംസാരിക്കാനുണ്ട് ഇദ്ദേഹത്തോട്, അതുകൊണ്ടാണ്. ഓക്കെ, Then you ഏക carry സത്യ on. I'm good, Epicure. നോ ലൈക്ക് No, കണ്ടിന്യൂ I'm ചെയ്തു, good. പക്ഷെ I'm good. അതിനു I മുമ്പായിട്ട് can stay. I am on leave. I can take time. I'm good. Thank you. ഓക്കെ. ഞാനത് എന്തായാലും വായിക്കാം ജെന്റിലെ, ഒരു മിനിറ്റ്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഓക്കെ, എന്തോ നഹാസ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചെന്തോ? ഇവിടെ യേശു ക്രിസ്തു ഏക സത്യ ദൈവമായ നിന്നെ, അതായത് ഒരേ ഒരു ദൈവമായ മറ്റൊരു അസ്തിത്വത്തെ ഇവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട്. ആ അസ്തിത്വത്തെ അറിയാനും അതെ, പിതാവ്. അസ്തിത്വം അയച്ച, അതെ, പിതാവ്. കറക്റ്റ്. പിതാവിനെയും പുത്രനെയും. ഇവിടെ പിതാവെന്നില്ല ബ്രദറെ. ഓക്കെ, ഏക സത്യ ദൈവം ഞാൻ എന്നാണ് എടുക്കാം. ഒരു പറയുന്നത്, മിനിറ്റ് നിങ്ങൾ കേട്ടിട്ട് പിതാവെന്നില്ല. പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്, ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ഇച്ചിരി ഇറങ്ങാനുള്ളതുകൊണ്ട് നഹാസ് കേട്ടാൽ മതി. എനിക്കൊരു കാര്യം നഹാസിനോട് പറയാനുള്ളത്, നിങ്ങൾ സിൻസിയർ ആയിട്ട് ഇന്റലക്ച്വൽ ഓണസ്റ്റി കാണിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഇനി ശ്രദ്ധിച്ചോളൂ. ഇവിടെ പിതാവ് എന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, ഒന്ന് കേട്ടോ. ഇത് സംസാരിച്ചിട്ട് സ്വർഗത്തേക്ക് നോക്കി, ഒന്നാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കാം, ഞാൻ 5 വരെ പോകുന്നുള്ളൂ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ. കണ്ടോ, നിങ്ങൾ പറഞ്ഞു പിതാവ് അവിടെ ഇല്ലെന്ന്. പിതാവ് അവിടെ ഉണ്ട്. ഈ പിതാവിനെയാണ് യേശു വിളിച്ചത് പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ, ആരാണ് ഈ നീ? പിതാവായ നീ. ഓക്കെ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ, അതായത് പിതാവായ നിന്റെ പുത്രൻ. ആരാണ് ഈ പുത്രൻ? യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ പിതാവും ഉണ്ട്, ഇവിടെ പുത്രനും ഉണ്ട്. പിതാവായ നിന്റെ പുത്രനായ എന്നെ, ഇതാണ് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണിത്. ഓക്കെ, നിന്റെ പുത്രൻ നിന്നെ, അതായത് പിതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ, ആരാണ് ഈ നീ? പിതാവായ നീ. അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ, ആരാണ് ഈ അവൻ? പിതാവ്, നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ എന്ന് വെച്ചാൽ പുത്രനാണത്. സോറി, ജീസസ്. അതെ. അത് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ, അതായത് പുത്രൻ, നിത്യജീവനെ നഹാസ് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ഇറങ്ങാനുള്ളത് കൊണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞിറങ്ങാൻ നിൽക്കുന്നത്. എനിക്കൊരു 3 വേഴ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനുശേഷം ജെന്റിൽ നിങ്ങളുമായിട്ടുള്ള സംസാരം കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല.
ഞാനിത് പറയുക. അപ്പൊ ഇവിടെ എല്ലാം ഈ അഡ്രസ്സ് ചെയ്യുന്നത് പിതാവിനെയാണ്. ഓക്കെ, പുത്രൻ, പിതാവ് പുത്രൻ, പിതാവ് പുത്രൻ, നിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ പുത്രൻ, നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ, അതായത് പുത്രൻ, നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ, അതായത് പിതാവ്, സകല ജഡത്തിന്മേലും അവന്, പുത്രന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ, ഏക സത്യ ദൈവമായ നിന്നെയും, അതായത് ഏക സത്യ ദൈവമായ പിതാവിനെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും, അതായത് ഈ പ്രാർത്ഥിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പുത്രനെ കുറിച്ചാണ് ഈ പറയുന്നത്. നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അതായത് നിത്യജീവൻ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എന്താണ്? പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഓക്കെ, ഇവിടെ വളരെ ക്ലിയർ ആണ്, പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഓക്കെ, നഹാസിന് തന്നെ ഇപ്പൊ നഹാസിന്റെ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്ത് ചിരി വരുന്നു, ശരിയല്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഇല്ല ബ്രദറെ, ഇല്ല. ഇവിടെ എന്റെ ചോദ്യം നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതേ ഇല്ല. എന്റെ ചോദ്യം അഡ്രസ് ചെയ്യുന്നതിൽ ഞാൻ ഇത് ഒരു കാര്യം തന്നെ, ഒരൊറ്റ വചനം ഒരു എടുത്തിട്ട് മിനിറ്റ് ഒരു നഹാസെ, അങ്ങനെ പറഞ്ഞിട്ട് മണിക്കൂറിലധികമായി. കാര്യമില്ല. ഓക്കെ, ഓഡിയൻസിന്റെ സൈക്കിന് വേണ്ടിയിട്ട് എന്റെ ഞാൻ സുഹൃത്ത്, പറഞ്ഞു എന്റെ ഒന്ന് വെയിറ്റ് ചോദ്യം ചെയ്യും. എത്ര നിസ്സാരമാണ്. ഇവിടെ നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടു. ഇതിൽ നിന്ന് യേശു ദൈവമാണോ എന്ന് തെളിയിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പിതാവിന് ഒറ്റ സെക്കൻഡ് എനിക്കൊരു ഞാനൊന്ന് 3 മിനിറ്റോടെ പറയട്ടെ. മതി. എനിക്ക് കൂടി പോയൊരു നഹാസ് ബ്രദറെ, ഒറ്റ നോക്ക്, സെക്കൻഡ് നമ്മൾ സമയം കളയല്ലേ. ബ്രദറെ, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അർജന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് എമർജൻസി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് പോകേണ്ടതായതുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ പോകരുത്, പറയുന്നത് ഇനി അങ്ങനെ നഹാസിനെ പോകരുത്. കാണാൻ കഴിഞ്ഞില്ലേലും പ്ലീസ് എനിക്ക് ഇരുന്ന് സംസാരിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് പോകേണ്ടതായതുകൊണ്ടാണ്. ഒന്ന് സഹകരിക്കും ബ്രദർ. ഇനി നഹാസ് ബ്രദറിന് ഇവിടെ പിതാവിനെയും പുത്രനെയും കാണാൻ പറ്റിയാലും പറ്റിയില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓഡിയൻസ് ഉണ്ടല്ലോ, 100 പേര് ഇരിക്കുമല്ലേ ഈ റൂമില്. 100 പേരുണ്ടോ? 99, അത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുമല്ലേ, അവര് കേൾക്കട്ടെ. അതായത് പിതാവിനെയും പുത്രനെയും, അല്ലെങ്കിൽ ഏക സത്യ ദൈവമായ നിന്നെയും എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവമായ പിതാവിനെയും നീ അയച്ച ക്രിസ്തുവിനെയും, അതായത് പുത്രനെയും എന്ന് പറഞ്ഞാൽ പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഓക്കെ, ഇനി എനിക്ക് 5-ാമത്തെ വാക്യത്തിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ പിതാവും പുത്രനും കൂടെയുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇനി 5-ാമത്തെ വാക്യം, ഇപ്പോൾ പിതാവേ, കണ്ടോ, വീണ്ടും പിതാവേ എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയും പിതാവ് അവിടെ ഇല്ല, പിതാവ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി നിങ്ങളെ ഇല്ലാത്ത ഒരു സമയം മിനിറ്റ്, നിങ്ങൾ എന്റെ പൊന്ന സഹോദര, വേസ്റ്റ് ആക്കി കളയരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3 എന്റെ പൊന്ന സഹോദര, ഞാൻ കൈകൂപ്പി നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. എനിക്കൊരു 3 ബ്രദറെ, മിനിറ്റ് നമ്മുടെ ഒന്ന് താ വിഷയം അല്ല പ്ലീസ്. അത്, എനിക്ക് വിഷയമല്ല. പോകാനുള്ളതുകൊണ്ടാണ്. ഞാനൊന്ന് പറയട്ടെ. ഓക്കെ, നിങ്ങൾ പറയുന്ന വിഷയമല്ല. ഓക്കെ, ഞാൻ ഈ ഓഡിയൻസിനോടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളുടെ വിഷയം ജെന്റിൽ എടുക്കും. നിങ്ങളുടെ വിഷയം ജെന്റിൽ എടുക്കും. ഓക്കെ, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഇപ്പോൾ താങ്കളോടാണ് പിതാവേ, സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് പോകാൻ ടൈം ആയെങ്കിൽ എന്റെ ഒരു മിനിറ്റ് എന്റെ കേട്ടിട്ട് പോകും. പൊന്ന് സഹോദര, ഒന്ന് സഹകരിക്കും. ഞാൻ റിക്വസ്റ്റ് ചെയ്യല്ലേ. ഓക്കെ, ഇതാണ് സുഹൃത്ത്. ഇപ്പോൾ പിതാവേ, അപ്പോൾ ഈ പുത്രൻ പിതാവിനെ വിളിക്കുകയാണ്. അതെ, ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എമർജൻസി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജെന്റിൽ പറയുന്നതും കൂടെ കേട്ടിട്ട് പോകണമെന്നായിരുന്നു താല്പര്യം. ബട്ട് എനിവേ, ഇപ്പോൾ പിതാവേ, വീണ്ടും പുത്രൻ പിതാവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഒരു കാര്യം ഇവിടെ പറയാണ്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ, അല്ലെങ്കിൽ ബിഫോർ ദ ക്രിയേഷൻ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അപ്പോൾ ഞാൻ നിന്റെ അടുക്കെ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, പിതാവിനും പുത്രനും അവിടെ മഹത്വം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യം ഇവിടെ ക്ലിയർ ആണെന്ന് കൂട്ടുന്നു. എനിക്ക് 2 വാക്യോടെ വായിക്കാനുണ്ട്, അതും കൂടെ വായിക്കാം. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 17:5 നമ്മൾ വായിച്ചു, പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന എന്റെ മഹത്വം. ഓക്കെ, നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന എന്റെ മഹത്വം. ഒന്നുകൂടെ പറയുന്നു, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ സൃഷ്ടിക്ക് മുമ്പേ പിതാവിന്റെ അടുക്കൽ ഉള്ള
പുത്രനെയാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ എടുക്കേണ്ട ഒരു വാക്യം യോഹന്നാന്റെ സുവിശേഷം ജേക്കബ് ബ്രദറെ, ഒന്നാമത്തെ, ഇത് വേറെ പ്ലീസ്, ഞാൻ നിങ്ങളോട് ഒത്തിരി എന്റെ റിക്വസ്റ്റ് സുഹൃത്തെ, ചെയ്യുന്നു, എന്റെ എന്നെ ചോദ്യം ഒന്ന് ഒന്ന് അഡ്രസ് കംപ്ലീറ്റ് ചെയ്യേ. ചെയ്യാൻ അനുവദിക്കുക, എന്നെ ഒന്ന് ഞാൻ കംപ്ലീറ്റ് ഒരേ ചെയ്യാൻ ഒരു അനുവദിക്കുക. വചനം മാത്രമാണ് ചോദ്യമായിട്ട് കൊണ്ടുവന്നത്. ആ ഞാൻ വചനം നിങ്ങൾ താങ്കൾക്കല്ല തൊടുന്നില്ല. ആൻസർ തരുന്നത്, ഞാൻ താങ്കൾക്കല്ല ആൻസർ തരുന്നത്, ഞാൻ താങ്കൾക്കല്ല അപ്പൊ ഞാനിവിടെ ആൻസർ തരുന്നത്. ഞാനിവിടെ ചോദ്യം ചോദിച്ചു. ജെന്റിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യൂ. എന്റെ പൊന്ന് സഹോദര, ഞാൻ ഓഡിയൻസിനോട് ഒന്ന് സംസാരിച്ചോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ടല്ല. ജെന്റിൽ നിങ്ങൾ സംസാരിച്ചോളൂ. ഓക്കെ. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ. 17:5 പറയുന്നു, സൃഷ്ടിക്ക് മുമ്പേ പിതാവിനോട് കൂടെയുള്ള പുത്രനെ നമുക്ക് കാണാൻ പറ്റുന്നു. 2, ഇവിടെ പറയുന്നു യേശുക്രിസ്തു ഈ ലോകത്തിലോട്ട് വരുന്നതിന്റെ ഉദ്ദേശം പിതാവിനെ വെളിപ്പെടുത്താനാണ് എന്ന് പറയുന്നു. ഇനി ഈ പുത്രൻ, പിതാവിനെ വെളിപ്പെടുത്താൻ വന്ന ഈ പുത്രൻ, 17-ാമത്തെ അധ്യായത്തിൽ പിതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ പുത്രൻ എവിടെയായിരുന്നു എന്ന് 1-18 പറയുന്നു, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനിയാണ് ഒരു കാര്യം പറയുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. പാരാഫ്രൈസിങ് മനസ്സിലാവുന്നുണ്ടോ? പിതാവിനോടൊപ്പമുള്ള പുത്രൻ, പിതാവിനോടൊപ്പമുള്ള വചനം. ഓക്കെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തെ കുറിച്ച് 14-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഓക്കെ. ഇനിയും ഇതുപോലെയുള്ള വാക്യങ്ങൾ വളരെ നമുക്ക് തരാനായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കാരണം കഴിഞ്ഞാൽ എനിക്കിവിടെ എമർജൻസി ഉള്ളത് കൊണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയാണ്, സൃഷ്ടിക്ക് മുമ്പേ ഞാൻ പിതാവിനോടൊപ്പമുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ വെളിപ്പെടുത്താൻ വന്നതാരാണ്? പിതാവിനോടൊപ്പമുള്ള പുത്രനാണ്. ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ പുത്രൻ, അതായത് യേശുക്രിസ്തു, പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. ഇനി ആരാണ് ഈ പുത്രൻ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ജഡം ധരിച്ച് ഈ ലോകത്തിൽ വരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഫിലിപ്പോസിനോട് പറയുന്നത്, പിതാവിനെ കാണിച്ചു തരിക എന്ന് നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറയുന്നു? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വൺ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാകും. ഐ റെസ്റ്റ് മൈ കേസ്. താങ്ക് യു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പുള്ളിക്ക് നന്നായിട്ട് അറിയാം, പറ്റുന്ന പണിയല്ലെന്നറിയാം. അതുകൊണ്ടാണ് പുള്ളി എന്നെ പരമാവധി ഇത് പറയിപ്പിക്കാതിരുത്താനായിട്ട് നോക്കിയത്. ഈ സത്യത്തിൽ ബ്രദറെ, നമുക്ക് നഹാസിനൊരു പൊന്നാടെ അണിയിക്കണം. ഇങ്ങനെ മെഴുകാനുള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ അപാരം. അല്ലല്ല, നഹാസിന് ഇനി വരുമ്പോ ചോദിക്കേണ്ട ചോദ്യം